പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 72ാമത്തെ ക്ലാസ്സിലേക്ക് 2026 മാർച്ച് മാസം 3-ാം തീയതി പ്രവേശിപ്പാൻ കർത്താവ് നമുക്ക് തന്ന നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ പ്രതികാര ദിവസത്തിൽ മർമ്മം മഗതിയാം ബാബിലോണിനെ ദൈവം ന്യായം വിധിച്ച് അതിനെ ചുട്ടുകളയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. അവളെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന മൃഗത്തെക്കുറിച്ചും അവൾ ഇരിക്കുന്ന ജാതികൾ, വംശങ്ങൾ, ഭാഷകളായിരിക്കുന്ന ഭൂലോക ജാതികളെക്കുറിച്ചും നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പെട്ടെന്ന് വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന, ഇളായി പോകുന്ന മൃഗത്തിന്, ഈ ചുമന്നുകൊണ്ട് നിൽക്കുന്ന മൃഗത്തെ അവൻ വളർത്തിക്കൊണ്ടുവന്ന കരുതിയ, അല്ലെങ്കിൽ പൈശാചിക സാമ്രാജ്യത്വം വളർത്തിക്കൊണ്ടുവന്ന രാജ്ഞിയെ പോലെയായിരുന്ന മഹാനഗരത്തെ നിർമൂലമാക്കി തീ കൊണ്ട് നശിപ്പിച്ച് കളയുവാനുള്ള വലിയ ഒരു അനർത്ഥത്തിലേക്കാണ് ആ രാജ്യം നീങ്ങുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ മഗതിയാം ബാബിലോൺ വീടുപോയി എന്ന് ഘോഷിക്കുന്ന രണ്ടാമത്തെ ഒരു ദൂതൻ, ആദ്യത്തെ ഒരു ദൂതൻ ഘോഷിക്കുന്നത് നിത്യസുവിശേഷമാണ്. കർത്താവിൻ്റെ സുവിശേഷം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് 2000 വർഷം മുമ്പ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ജീവിച്ച്, പ്രവർത്തിച്ച്, മരിച്ച്, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ശിഷ്യഗണങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് 40-ാം ദിവസം ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. അതല്ലാതെ മറ്റൊരു സുവിശേഷമില്ല. അപ്പം അതുകൊണ്ട് നിത്യസുവിശേഷം ഇതൊരു ദൂതനാണ് ലോക ജനതയോട് അറിയിച്ച് മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് അവർ മാനസാന്തരപ്പെടണം എന്നുള്ള അവസാന സന്ദേശം അറിയിക്കുന്നത് ഒരു ദൂതനാകുന്നു എന്നാണ് കഴിഞ്ഞ് നമ്മൾ ചിന്തിപ്പാനിടയാത്തുന്നത്. മനുഷ്യനെ കൊണ്ട്, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൊണ്ട് കഴിയാതിരിക്കുന്നത് ദൈവം അത് ചെയ്തെടുക്കും. നമ്മളതേക്കുറിച്ച് കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. ദൈവം അയച്ച ദൂതനാണ് ആദ്യം സുവിശേഷം ഘോഷിച്ചത്. അത് അവസാനിപ്പിക്കുന്നതും ദൂതൻ തന്നെയായിരിക്കും ഘോഷിച്ച് അവസാനിപ്പിക്കുന്നത്. മനുഷ്യരെ കൊണ്ട് സാധിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ ആ സുവിശേഷീകരണം ദൈവം ഏറ്റെടുത്ത് ദൈവം തൻ്റെ ദൂതനെ കൊണ്ടത് ചെയ്ത് നിവർത്തിയിരിക്കുന്നു എന്നാണ് വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തെ ആധാരമാക്കി നാം ചിന്തിച്ചത്. അപ്പോൾ ഈ വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചെടുത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന് ഓരോന്നിനും ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തിലാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പാരഗ്രാഫുകൾ ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തിലെടുത്ത് പഠിക്കുന്നത്. എന്നാൽ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ 17-ാം അധ്യായം പഠിക്കുമ്പോൾ തന്നെ 14-ാം അധ്യായത്തിലേക്ക് പോകുന്നത്, അത് അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ, ഇത് ഇതിനോട് ബന്ധപ്പെട്ട് പ്രതികാര ദിവസം നടക്കുന്നതിന് മുമ്പായി ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് മാനസാന്തരപ്പെടാനുള്ള സമയം കൊടുക്കുന്നതിനെ കുറിച്ചാണ് 14-ാം അധ്യായം 6 മുതൽ അതിൻ്റെ 7 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വേറെ ആകാശമധ്യേ പറക്കുന്ന ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും അവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴി വന്നിരിക്കുന്നു. ആകാശം ഭൂമിയും സമുദ്രവും നീരോളം ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനിടയായി. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം തൻ്റെ വരവിന് മുമ്പായി സകല ജാതികളോടും അറിയിക്കും എന്നുള്ളത് ദൈവം അറിയിച്ചിരിക്കും. ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുയേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉള്ള ദൂത് സുവിശേഷമായിട്ട് അറിയിച്ചു. അപ്പോൾ സ്വർഗീയ സൈന്യം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയതൊന്നും മറ്റാരും അറിഞ്ഞില്ല, അറിയേണ്ടവർ മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പം അങ്ങനെ ദൈവത്തിന് അറിയിക്കേണ്ടവരെ മാത്രം അറിയിക്കാനുള്ള സകല കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ ചെയ്തെടുക്കാൻ കർത്താവിന് കഴിയും എന്നുള്ളതാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അപ്പോൾ അതിനോട് രണ്ടാമതൊരു തൂത്, വേറൊരു തൂതൻ പിൻചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഗതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ജാതികളെ
ക്രോധമധ്യം കൊടുത്തവരെ വിവേകഹീനരായി ദുർനടപ്പിലേക്കും അശുദ്ധിയിലേക്കും നയിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ബാബിലോൺ എന്ന രാജ്യം, ബാബേൽ എന്ന മർമ്മമകതിയ ബാബിലോൺ എന്ന രാജ്യത്തിൻ്റെ ചെയ്തികളാകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനുശേഷമായിട്ടാണ് 18-ാം അധ്യായത്തിൽ ആ സംഭവം നടക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു പറഞ്ഞാൽ ഒന്നാമത്തെ ദൂതന്റെ പിന്നാലെ ചെന്നിട്ട് പറയുകയാണ്, വീണുപോയി, തൻ്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഗതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ഈ ബാബിലോൺ, ബാബേൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് രണ്ടും അർത്ഥപരമായിട്ടൊന്ന് തന്നെയാണ്. ബാബേൽ എന്ന പദം നമുക്ക് ആദ്യമായി കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലാണ് ദൈവം മനുഷ്യർ പണിതുയർത്തിയ ആകാശത്തോളം ഉയരുന്ന ഒരു കോട്ടയും അതിൻ്റെ പണിയെയും നഗരത്തെയും പട്ടണത്തെയും ദൈവം ഇറങ്ങി വന്ന് നശിപ്പിച്ച് കളഞ്ഞത്. അന്ന് അവിടെ അവരെ കൺഫ്യൂഷൻ ചെയ്ത് ഭാഷ കലക്കി കളഞ്ഞതുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ബാബേൽ എന്ന പേരായത്. അപ്പം അതിന് ഹിബ്രു അർത്ഥത്തിൽ ബാബേൽ എന്ന് പറയുമ്പോൾ ടു കൺഫ്യൂസ് എന്നാ പറയുക. അത് ടവർ ഓഫ് ബാബേലിനുള്ള ബന്ധത്തിൽ ജാതികൾ അവിടെ വെച്ച് തമ്മിൽ കലഹിച്ചു പോയി. അവർക്കത് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ഇല്ലാതായി തീർന്നു എന്നുള്ളതാണ് ബാബേൽ എന്ന പേരിനുള്ള ബന്ധത്തിൽ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി ആലോചന ഇട്ടുകൊണ്ട് നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ പണിതെടുത്ത ഒരു സ്ഥലമാണ് ഈ ബാബേൽ എന്നുള്ളതിനെ ഈ ടവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതാക്കി കളയുന്നതിനെ കുറിച്ച് നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് നമ്മൾ ചിന്തിക്കും. ഞാൻ എൻ്റെ ഹിസ്റ്ററി പറയാം. ബാബേൽ എന്ന് പറഞ്ഞാലും ബാബിലോൺ എന്ന് പറഞ്ഞാലും ഉള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. ലിറ്ററലി അതിന് വ്യത്യാസമില്ല. ബാബേൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന് വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ബാബിലോൺ എന്നാണ്. ബാബിലോൺ, മർമ്മം മഗതിയ ബാബിലോൺ എന്ന് പറയും. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ബാബേൽ അത് ഒരു അവരവിടുന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അവരുടെ പദ്ധതികളെല്ലാം വിട്ട് മാറിപ്പോയെങ്കിലും വീണ്ടും അവർ സമ്മേളിച്ച് അവരുടേതായിട്ടുള്ള പ്രവൃത്തികൾ അതിൻ്റെതായിട്ട് കൂടുതലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായിട്ട് നടക്കുന്ന സംഭവം. എന്നാൽ അവിടെ ദൈവം ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ കൊടുത്ത് അവരെ ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. അവരെ ചുവന്നുകൊണ്ടോട്ട് നിൽക്കുന്ന ആൾക്കാരെ തന്നെ ഉപയോഗിച്ച് ഒരു വിവേകമില്ലാതായിപ്പോയി അവർ തന്നെ ഇവരെ നശിപ്പിച്ച് കളയുന്നതിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ബാബേൽ എന്ന ശക്തിയാണ് ശലോമോൻ പണിത ഒന്നാമത്തെ ദേവാലയം BC 586 ഇടിച്ചു കളഞ്ഞത്. അപ്പോൾ അതൊരു വൈരാഗ്യവും പ്രതികാരം കൂടിയായിരുന്നു. അപ്പോൾ മനുഷ്യൻ പണിതുയർത്തിയ, ദൈവത്തിന് വിരുദ്ധമായി പണിതുയർത്തിയ ബാബേൽ ഗോപുരം ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കിക്കളഞ്ഞ് പണി ഇല്ലാതാക്കി കളഞ്ഞെങ്കിൽ ദൈവം ആലോചന കൊടുത്ത് ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ പണിതുയർത്തിയ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ആ അടിസ്ഥാന കല്ലുകളെ വലിച്ചു നിരത്തി അതിനെ നിർമൂലമാക്കി കളഞ്ഞതും ഈ പറയുന്ന പൈശാചിക ശക്തിയാകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ്റെ പ്രവൃത്തിയെ തകർത്ത് കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം പണിതുയർത്തിയ ശലോമോൻ പണിത ദൈവത്തിൻ്റെ ആലയവും രാജധാനിയും ആ നഗരവും എത്രമാത്രം ശോഭയുള്ളതും മനോഹരവും ഭൂമിയിൽ അന്ന് ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സൗധമായിരുന്നു ദൈവത്തിൻ്റെ ആലയം. എന്നാൽ ഈ സമയം കിട്ടിയപ്പോൾ, തക്കം കിട്ടിയപ്പോൾ, ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് അകന്നു പോയപ്പോൾ, ദൈവം കൈവിട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന് വേണ്ടി പണിതുയർത്തിയ അതിനെ നശിപ്പിച്ചു കളഞ്ഞതും ബാബേൽ എന്ന ശക്തിയാണ്.
അത് അതിൻ്റെ പിമ്പിൽ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ദൈവം മനുഷ്യന്റെ പ്രവൃത്തികൾ, സാത്താന്റെ തന്ത്രം ഉപയോഗിച്ച്, സാത്താന്റെ ബുദ്ധി ഉപയോഗിച്ച് പണിതുയർത്തിയ ബാബേൽ ഗോപുരം ഇല്ലാതാക്കി കളഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി പണിത ദൈവത്തിന്റെ മന്ദിരത്തിന്റെ കല്ലുകൾ ഇളക്കി മാറ്റിയതും ബാബേലാണ്. അതാണ് നമുക്ക് ഈ ബാബിലോണിനെ കുറിച്ച് കേൾക്കുമ്പോൾ 137 സങ്കീർത്തനമുള്ള ബന്ധത്തിൽ അവര് വിലാപത്തിന്റെ ഗീതം പാടുകയാണ്, നിരാശയുടെ ഗീതം പാടുകയാണ്, ബാബേൽ നദിയുടെ തീരത്തിരുന്നവര് പാടുകയാണ്. ഞങ്ങളിങ്ങനെ ഇരിക്കേണ്ടി വന്നല്ലോ, ഒരു ഗതികേടായി തീർന്നല്ലോ, ഒരു പഴയ മഹത്വവും ദൈവത്തിന്റെ ആലയത്തിന്റെ പ്രൗഢിയും ഒക്കെ ഓർത്ത് കിന്നരങ്ങളെയൊക്കെ അലരിവൃക്ഷത്തിൽ തൂക്കിയിട്ട് നല്ല കാലങ്ങളെ കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ഇസ്രായേൽ ജനത മാറിയപ്പോൾ അവരെ അങ്ങനെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനും അവർ പണിതുയർത്തിയ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പണിതുയർത്തിയ ദൈവത്തിന്റെ ആലയത്തെ BC 586 ഇടിച്ച് നിരപ്പാക്കി അതിന്റെ കല്ലുകൾ പോലും വലിച്ചു നിരത്തി കളയത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തതും ഈ പറയുന്ന ബാബേൽ എന്ന രാജ്യമാകും. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റാണ്, പരസ്പര ബന്ധങ്ങളുണ്ട്. ദൈവം നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പണിത നഗരത്തെയും സാത്താൻ തകർത്ത് കളഞ്ഞു. എന്നാൽ മനുഷ്യൻ പണിത, ശലോമോൻ പണിത ദൈവത്തിന്റെ ആലയത്തെ ബാബേൽ സാമ്രാജ്യത്തിന് തകർത്ത് കളയാൻ കഴിഞ്ഞു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു സാമ്രാജ്യത്തിനോ തകർത്ത് കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ് ആത്മീയ ഗ്രഹമായി ദൈവം പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ സഭ. അതിൻ്റെ കല്ലുകളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ സന്തോഷിച്ചാർക്കണം. കാരണം നമ്മെ ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം, ഞാൻ പറഞ്ഞല്ലോ, ശലോമോൻ പണിത ആലയം തകർക്കപ്പെട്ടു, കഥ പറഞ്ഞു. ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ പണിത നഗരം, ആലയം തകർക്കപ്പെട്ടു. അത് അടിസ്ഥാന കല്ലുകൾ വലിച്ചു എറിയപ്പെടരുത്, വീണ്ടും അത് പണിയാനിടയായി തീർന്നു. മെദ്യ-പേർഷ്യ സാമ്രാജ്യത്തെയും കൊണ്ടുവന്നു. അവര് വീണ്ടും ആ ദൈവത്തിന്റെ ആലയം പണിതുയർത്തി. പക്ഷെ അതിനെ വീണ്ടും നാശത്തിലേക്കൊക്കെ പോയത് റോമൻ ഗവൺമെന്റ് സമയത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും അറിയാം. അത് നിലനിന്നില്ല. എന്നാൽ കർത്താവ് ഇസ്രായേലിനെ സംബന്ധിച്ച് അബ്രഹാമിന്റെ സന്തതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന എല്ലാ മന്ദിരങ്ങളും ഇല്ലാതാകും, അതെല്ലാം അഴിഞ്ഞു പോകും, എല്ലാം ഇല്ലാതാക്കി തീരും. എന്നാൽ കഥ പറഞ്ഞു, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ രക്തം കൊണ്ട് കഴുകിയെടുക്കുന്ന ജീവനുള്ള കല്ലുകളായി തീരുന്ന, ജീവനുള്ള കല്ലായിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ വന്ന് ജീവനുള്ള കല്ലായി തീരുന്ന ദൈവമക്കളെ കൊണ്ട് പണിതുയർത്തുന്ന ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ നഗരത്തെയും കുറിച്ച് കഥ പറഞ്ഞു, എന്നേക്കും നിൽക്കുന്നതാ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞത്. ചരിത്രങ്ങൾ മുമ്പോട്ട് നോക്കുമ്പോൾ, പിന്നോട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, പ്രതികാരവും അതുപോലെ തന്നെ വൈരാഗ്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഒരിക്കലും സാത്താന് പരാജയപ്പെടുത്താൻ കഴിയാതിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ പണിയപ്പെട്ടിരിക്കുന്ന ദൈവസഭയുടെ അടിസ്ഥാനക്കല്ല് പറിക്കുവാൻ പിശാചയെ നിനക്ക് കഴിയത്തില്ല. കാരണം അതിന്റെ അടിസ്ഥാനക്കല്ല് എന്നേക്കും ജീവിച്ചിരിക്കുന്ന നസറേയനായിരിക്കുന്ന യേശുവാണ്. അവനോട് ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിന്റെ ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളെ അതിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയത്തില്ല. നിനക്ക് ശലോമോൻ പണിത് വെച്ചിരുന്ന മനോഹരമായിരുന്ന ആ ആലയത്തെ തകർത്ത് കളയുവാൻ നിന്റെ സാമ്രാജ്യത്തെ നീ ഉപയോഗിച്ചു. അതിൻ്റെ കല്ലുകൾ ഒന്നിന്മേൽ ഇല്ലാതെ ചിതറിച്ച് കളയുവാനായിട്ട് സാധിച്ചു. അതിനുശേഷമായി പണിതുയർത്തിയ ആലയത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ സമയത്തും വലിച്ചതിനെ ഇല്ലാതാക്കി കളയാൻ കഴിഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞു, ഇതെല്ലാം തകർന്നു വീഴും, ഇതെല്ലാം താളടിയാത്തരും, കല്ലിന്മേൽ ശേഷിക്കാതെ എല്ലാം പോകും. എന്നാൽ ഞാൻ പണിയുന്ന എൻ്റെ ആലയം, മന്ദിരം, നഗരം എന്നേക്കും നിൽക്കുന്നതാണ്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ഘോഷിക്കുന്നത്, വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, സാത്താൻ പണിതുയർത്തുന്നതെല്ലാം ഇല്ലാതായി തീരുമ്പോൾ ദൈവം പണിതുയർത്തിയതെല്ലാം സ്വർഗത്തിൽ അതതിൻ്റെ സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് പണിയപ്പെട്ട് പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്.
ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇതാണ്. ഇനി നിങ്ങൾക്ക് വെളിപ്പാട് 17 വായിക്കുമ്പോൾ എന്താണ് എൻ്റെ ഹിസ്റ്ററി എന്ന് മനസ്സിലാകും. ഇത്രയുള്ള എൻ്റെ ആഴം. ഇതാണ് എൻ്റെ ചുരുക്കം. ഇതാണ് എൻ്റെ ആത്മീയ പശ്ചാത്തലം. ഇതാണ്. അപ്പോൾ സാത്താൻ പണിതുയർന്നു വരുന്നതെല്ലാം അവനെ കൊണ്ട് തന്നെ ദൈവം ഇല്ലാതാക്കി കളയുമ്പോൾ, കർത്താവിൻ്റെ രക്തം കൊണ്ട് പണിതയർക്കുന്ന സ്വർഗത്തിൻ്റെ വിശുദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവരെ കൊണ്ട് ദൈവം പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ നഗരവും ദൈവത്തിൻ്റെ ആലയത്തെയും തൊടുവാൻ ഒരു ശക്തിയും കഴിയില്ല. ഒന്നിവിടെ കാണിക്കുന്നത്, അതെ, ഇവിടെ സാത്താൻ പടുത്തുയർത്തുന്നത് ഇല്ലാതാക്കി കളയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ പണിതുയർത്തിയിരിക്കുന്ന ആ ഓരോ കല്ലുകളും അതതിൻ്റെ സ്ഥാനത്ത് വയ്ക്കപ്പെടും, പണിയപ്പെടും. അത് ആത്മീയഗ്രഹമായി പണിയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യുദ്ധങ്ങൾ നടക്കട്ടെ, പ്രശ്നങ്ങൾ നടക്കട്ടെ, പക്ഷേ കർത്താവ് പറഞ്ഞ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാം, യേശു കർത്താവ് പറഞ്ഞതുകൊണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങളെ പണിയുമെന്ന് വാക്ക് പറഞ്ഞവൻ, അത് വെല്ലുവിളിച്ചവൻ, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്ത ജയാളികളുടെ സഭകളാകുന്ന കല്ലുകളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് പണിത് ഇവിടുന്ന് ദൈവത്തിൻ്റെ മന്ദിരത്തിലുള്ളവരെ കർത്താവ് കൊണ്ടുപോകും. നഗരത്തിൻ്റെ ഭാഗമാകാനുള്ളവരെ, ഗോപുരത്തിൻ്റെ ഭാഗമുള്ളവരെ കർത്താവ് കൊണ്ടുപോകും. ഇവിടുന്ന് ഈ മണ്ണിൽ നിന്ന് ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളെ ദൈവം ശേഖരിച്ചിരിക്കുന്നതിനെ കൊണ്ടുപോകുമ്പോൾ അതിനെ തടയാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതാണ് ഈ പറയുന്ന സമയങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ മധ്യാഴ്ച വരവെങ്കിൽ മന്ദിരത്തോട് ചേരാനുള്ള ഒരിക്കലും മാറ്റമില്ലാത്ത നിത്യ മന്ദിരമായിരിക്കുന്ന കുഞ്ഞാടിൻ്റെ ശരീരത്തോട് ചേരാനുള്ളവരെ കൊണ്ടുപോകും. അതിനുശേഷമുള്ള 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ നഗരത്തിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ മതിലിൻ്റെ ഭാഗവുമായി തീരാനുള്ളവരെ അവരുടെ പുനരുത്ഥാനം നടക്കും. വീണ്ടും 1ാമത്തെ പുനരുത്ഥാനത്തിലാണ് നഗരത്തിൻ്റെ ശേഷിക്കുന്നവരും ഗോപുരങ്ങളുള്ളവരെയും അവിടേക്ക് കൊണ്ടുപോകുന്നത്. അത് ദൈവം സമയബന്ധിതമായി ഈ ഭൂമിയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ സമ്പന്നത മുഖാന്തരമായി, ഇവിടുത്തെ വഞ്ചന മുഖാന്തരമായി, ഇവിടുത്തെ പൈശാചികന്റെ പ്രവൃത്തികൾ മുഖാന്തരമായി ലോകത്തിൽ പടുത്തുയർത്തുന്ന സകലതും ഒന്നൊന്നായി നശിപ്പിക്കപ്പെടും. അതിൻ്റെ പ്രാരംഭ ലക്ഷണമാണ് ഈ പറയുന്ന മർമ്മം മഗതിയാം ബാബിലോണിൻ്റെ നാശം ആരംഭപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഇതിവൃത്തം. ഇനി ഇത് സംബന്ധമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ വേഗത്തിൽ നമുക്ക് വായിച്ച് ഈ വിഷയം നമുക്ക് പൂർത്തീകരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മർമ്മം മഗതിയാം ബാബിലോൺ വീണുപോയി എന്ന് 1ാമത്തെ ദൂതൻ്റെ പിന്നാലെ പറയാൻ കാരണം ഇത് കേവലം 1 മണിക്കൂർ കൊണ്ട് ഈ രാജ്യത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ദൂതൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നാലെ അത് ഈ ദൂതൻ പുറപ്പെടുന്നതോടുകൂടി 1 മണിക്കൂർ കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഈ ഇതിന്മേലെ വരികയും അതിനെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത്. അതേക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഗതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളോട് പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഇവിടെ ഈ സമ്പന്നതയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ സമ്പന്നത എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെയാണ് സമ്പന്നത ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ഞാൻ വലിയ അധികാരമുള്ള ഒരു മറ്റു ദൂതൻ സ്വർഗത്തിൽ നിന്ന്, ഇപ്പം നിത്യസുവിശേഷം ഭൂവാസികളോട് ഘോഷിക്കുന്ന ദൂതനെ പിഴിഞ്ഞെന്ന് 2ാമത്തെ ദൂതൻ പ്രസ്താവിച്ച അതേ കാര്യങ്ങളാണ്, 2ാം ദൂതൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ അധികാരമുള്ള ദൂതനും പ്രസ്താവിക്കുന്നത്. ഭൂമി പ്രകാശിക്കത്തക്ക തേജസ്സുള്ള ദൂതനാണ് വലിയ അധികാരമുള്ള ദൂതൻ. നമുക്കറിയാം, ഇതുപോലെ 7-ാം കാലത്തെക്കുറിച്ച് പ്രസ്താവിപ്പാൻ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതനും ബലവാനായ ദൂതനാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ
ആണ് പ്രകാശിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ 7-ാം കാലത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ വലിയ സംഭവമായ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാകുന്ന വലുതും ഭയങ്കരമായ ദിവസം വെളിപ്പെടുന്നതിന് മുമ്പ് നടക്കുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് തകർന്ന് അടിയണം, മറുഭാഗത്ത് പണിയേണ്ടത് പണിയണം. അത് ഇന്ന് കാണുന്ന യുദ്ധങ്ങളും യുദ്ധസന്നാഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. കാരണം ഇസ്രായേലിനെ തച്ചുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഇല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്ന അല്ലെങ്കിൽ നാം വിശ്വസിച്ച് വരുന്ന യാക്കോബിനോട് പറഞ്ഞിരിക്കുന്ന അബ്രഹാമോട് പറഞ്ഞിരിക്കുന്ന വചനം അത് നിവൃത്തീകരിക്കപ്പെടേണ്ടതായതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ, 10 രാഷ്ട്രങ്ങളെല്ലാം കൂടി ഇന്നോ ആലോചന തുടങ്ങിയതില്ല, എന്ന് മുതലേ ആലോചിക്കുന്നതാ. പക്ഷേ അതുകൊണ്ടാണ് അവർ സാധിക്കാത്തത്. ഇപ്പോഴും യുദ്ധം നടക്കുന്നതിന് പിന്നിൽ ഞാൻ പറയുന്നതിൻ്റെ കാരണം ന്യൂക്ലിയർ ബോംബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ഏതെങ്കിലും തരത്തിൽ വിനാശകരമായിരിക്കുന്ന ബോംബുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഒറ്റ സെക്കൻഡ് പോലും സായുന്ന രാഷ്ട്രം ലോകത്തിൽ കാണത്തില്ല. അപ്പം അതുണ്ടാക്കാതിരിക്കാനുള്ള ബുദ്ധിയും വഴിയും ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ആലോചിച്ച് നോക്കുന്നത്തെ ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ യുദ്ധങ്ങളൊക്കെ വരുമ്പോഴും എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ തടയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ അനുവദിച്ചു കൊടുക്കാത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് അയക്കുന്ന മിസൈലിൻ്റെ പോർമനയ്ക്കകത്ത് അവർ അയക്കുന്നതിൻ്റെ അകത്ത് മറ്റു ബോംബുകൾ ക്ലസ്റ്ററൈസ് പൊട്ടി അത് ചെതറി വീഴുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീ പിടിക്കുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് പകരമായി അതിൻ്റെ അകത്ത് അയക്കുന്ന പോർമനയ്ക്കകത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ആണെങ്കിൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിനെ തകർത്ത് കളഞ്ഞാലും അത് വീഴുന്നതും മുഖാന്തരമായി അത് എവിടെയെല്ലാം വീഴുന്നുവോ അവിടെയെല്ലാം നശിക്കപ്പെട്ടു പോകാനിടയായിത്തീരും. ഇന്ന് നാം കാണുന്ന ആകാശം പൊളിക്കൂടെ പോകുന്ന മിസൈലുകളൊക്കെ വഹിച്ചു പോകുന്നത് അത് ബോംബുകളാണ്. അത് വീണ് കഴിഞ്ഞാൽ തീ പിടിക്കുന്നതേ ഉള്ളൂ, അവിടെ ഗർത്തമുണ്ടാകുകയുള്ളൂ, അങ്ങനെയുള്ള വിഷയം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ന്യൂക്ലിയർ വാർ വെപ്പണ ഉപയോഗിക്കുന്നെങ്കിൽ അത് ചെന്ന് വീണ് കഴിഞ്ഞാൽ ഇതിനെ ആകാശത്ത് തകർത്ത് കളഞ്ഞാൽ പോലും ഇത് വീഴുന്നിടത്ത് ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇത്തരം ബോംബുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ അത് പ്രവൃത്തി വരാതിരിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാൻ സാധിക്കും. അല്ല, അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ വിനാശകരമായ കാര്യമായിരിക്കും. അല്ലാതെ വെറുതെ യുദ്ധം ഉണ്ടാകുന്നതല്ല. ഇതിനെല്ലാം പിമ്പിൽ ദൈവിക ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നടക്കുന്നതെല്ലാം നന്മയ്ക്കാണെന്നും അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്നും അത് ഇസ്രായേലിനെ സംരക്ഷിച്ച് നിർത്തേണ്ട സമയം വരുന്നു, സംരക്ഷിച്ച് നിർത്തും. അതിനുശേഷമായി എല്ലാവരും അവരെ കൈവിടും. അന്ന് നമ്മുടെ കർത്താവ് രണ്ടാമത് വന്ന് അവരെ രക്ഷിക്കുമെന്നാണ് രണ്ടാമത്തെ വചനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പം അതുകൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തേണ്ട ചുമതല ദൈവം ലോകത്തിലെ ചില വമ്പൻ രാജ്യങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുക. അതുകൊണ്ട് അത് നടക്കുന്നൊക്കെയും യുദ്ധങ്ങളുണ്ടാകുമ്പോഴും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇപ്പോൾ കളയാന്ന് പറഞ്ഞാലും വിഴുങ്ങിക്കളയാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആലോചന ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വരുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവിക ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ പിമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ മുട്ടുസൂചി പോലും കുത്താനിടയില്ലാത്ത ഇസ്രായേൽ എന്ന രാഷ്ട്രം പിന്നീട് ഭൂമിയിൽ കാണുമോ? കാണത്തില്ല. അത് തീക്ക് പൂർണ്ണമായി ഇരയായിത്തീരും, ഇല്ലാതായിത്തീരും. എന്നാൽ അത് അനുവദിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ദൈവം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പ്രാർത്ഥിക്കുക, ദൈവികത നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുകയും അതിൻ്റെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശങ്ങളെയും ദൈവിക പദ്ധതികളെയും അറിയുമ്പോൾ നാം ഏറ്റവും അധികമായ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങ് പറഞ്ഞിരിക്കുന്നതിനെ മാറ്റുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സഭ പണിയപ്പെടും, എടുക്കപ്പെടേണ്ടവർ എടുക്കപ്പെടും. ഇവിടുന്ന് എത്ര പേരെ കൊണ്ടുപോകാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടോ അവരെല്ലാവരും എടുക്കപ്പെടും. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാഷ്ട്രം അവര് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടെ ശിക്ഷിച്ചിരിക്കും. അതിലെ ഒരു ഗോത്രം പോലും ഇല്ലാതായി തീരുകയുമില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതാണ് എൻ്റെ സംഭവ പശ്ചാത്തലം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ പിമ്പിൽ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നാശത്തിലേക്ക് ലോകം പൈശാചികന്റെ സാമ്രാജ്യത്തിൽ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പണികൾ, അതിൻ്റെ നിത്യത്തിലേക്കുള്ള ഒരുക്കത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ്. രാത്രി സന്ദേശം കേൾക്കുന്ന എത്ര പേർ ദൈവത്തിൻ്റെ നിത്യതയുള്ള ബന്ധത്തിൽ പണിയപ്പെടുന്നവരാ? ഇന്ന് വരെയും ദൈവിക നിത്യതയുള്ള ബന്ധത്തിൽ പണിയിലായിട്ടില്ല എങ്കിൽ സന്ദേശം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ നിലനിൽക്കുന്ന രാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി തീർന്ന രക്തത്തിൻ്റെ ആശ്രയിച്ചാൽ ദൈവമകനും ദൈവമകളുമായി തീരുവാൻ കഴിയും. അതിൽ അടിസ്ഥാനപരമായി ജീവിച്ച് വളർച്ച പ്രാപിച്ചാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഉന്നതികൾ പ്രാപിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ എന്നേക്കുമുള്ള നിത്യനാശത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കരമുയർത്തി പറയാം, ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നു. അബ്രഹാമിന്റെ സന്തതി ഇസ്രായേലിന് വേണ്ടി ദൈവം ഭൗമികമായ മേഖലയിൽ അതിനെയും സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അത് ദൈവത്താൽ നിവർത്തീകരിക്കപ്പെട്ടതുകൊണ്ട കാര്യമാണ്. എന്നാൽ ഈ വർമ്മം മഗ്രിയം ബാബിലോണിനെ സാത്താനും മൃഗവും കള്ളപ്രവാചകനും അവരോട് ചേർന്ന് നിൽക്കുന്ന 10 രാഷ്ട്രങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ആദ്യം അവരെ വളർത്തിക്കൊണ്ടുവരും. നമുക്കറിയാവില്ല, ഇതെല്ലാം വളർത്തിക്കൊണ്ടുവരുന്ന പൈശാചികനാണ്. സമാനതയെല്ലാം വളർത്തിക്കൊണ്ടതാണ്. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ നമുക്കിവിടെ വലിയൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി വലിയ സാമ്പത്തികമുള്ള ഒരു രാഷ്ട്രം പണിത് അതിൻ്റെ അകത്ത് രാജാവായിട്ടിരിക്കാനല്ല യേശു വന്നത്. യേശു നോക്കിയത് ആത്മാക്കളാകുന്ന സമ്പത്തിനെയാണ് നോക്കിയത്. സാത്താൻ കവർച്ച ചെയ്തു കൊണ്ടുപോയ മനുഷ്യവംശത്തെ, ദൈവത്തിൻ്റെ അമൂല്യമായിരിക്കുന്ന മനുഷ്യാത്മാക്കളെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയ നാസയുടെ രക്തം ചിന്തപ്പെട്ടത്. പൈശാചികന്റെ പിടിയിലായിരുന്ന അമൂല്യമായിരിക്കുന്ന ആ നീതിയെ തേടി വന്ന നല്ലൊരു കച്ചവടക്കാരനാണ് യേശു ക്രിസ്തു. മനസ്സിലായല്ലോ? കർത്താവ് പറഞ്ഞ വയലിൽ കണ്ട നീതി കണ്ടപ്പോൾ നല്ലൊരു ബിസിനസ്സുകാരൻ എന്ത് ചെയ്തു? അവൻ സകലതും വിറ്റ് ആ വയൽ വാങ്ങി. കാരണം അത് വാങ്ങണം, അത് വാങ്ങിയാൽ അതിലെ നിധി അവനെടുക്കാം. അതുപോലെ അവനുണ്ടായിരുന്ന ജീവൻ നൽകി ഈ ലോകമാകുന്ന വയലിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മൂല്യമായിരിക്കുന്ന നിധിയായിരിക്കുന്ന ആത്മാക്കളാകുന്ന അവനെ സദൃശമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ആത്മാക്കളെ കാലാകാലങ്ങളിൽ ശേഖരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വയലാകുന്ന ഭൂമിയെ തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതാണ് സമ്പന്നത. മറുഭാഗത്ത് സാത്താൻ ഇവിടുത്തെ അമ്പരമ്പരികളായ കെട്ടിടങ്ങളും മറ്റു പലതും ഉണ്ടാക്കി വർണ്ണാശബളമായിരിക്കുന്ന പലതും ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവൻ വാഴുവാൻ അവൻ്റെതായിട്ടുള്ള തന്ത്രങ്ങൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പല ആഡംബര കേന്ദ്രങ്ങളിലും പലതും ഉണ്ടാക്കി പല വിധത്തിൽ പലതിനു വേണ്ടി, സംസ്കാരത്തിന്റെ പേരിലാകട്ടെ, മതത്തിന്റെ പേരിലാകട്ടെ, അത് ഏതെങ്കിലും വലിയ കാര്യത്തിന് പേരിലാകട്ടെ ഉണ്ടാക്കി വെക്കുന്നതെല്ലാം ഇവിടുത്തെ ലോകത്തിലെ വസ്തുക്കൾ കൊണ്ടാകുന്നു. എന്നാൽ അതെല്ലാം തകർന്നടിയുമെന്നാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു നഗരമാണ് മർമ്മം മഗ്രിയം ബാബിലോൺ. അതിൻ്റെ നാശമടുത്ത് വന്നിരിക്കുന്നുവെന്ന് ദൂതനിറങ്ങി പ്രസ്താവിക്കുക. ഞാൻ ഒരു വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഗ്രിയം ബാബിലോൺ വീണുപോയി, ദുർബോധങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷിയുടെയും തടവുമായി തീർന്നു. പറഞ്ഞാൽ അതുവരെയും പൊളച്ച് മതിച്ചിരുന്ന പട്ടും രത്നവും മുത്തും ഒക്കെ അണിഞ്ഞ് നടക്കുന്ന പലതും തകർന്നടിയാൻ പോകുകയാണ്. പറയണത് ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെ തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവാസ കേന്ദ്രമായി തീർന്നു. നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന എല്ലാ അലങ്കാര ആഡംബരങ്ങളും ഇല്ലാതായിത്തീരും. മനുഷ്യ, എത്രമാത്രം ആഡംബരങ്ങളിലുള്ള ആഡംബര അലങ്കാരങ്ങൾ ധരിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ ശ്വാസം പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരം അത് ദ്രവിച്ചു പോകും, അത് പൊഴുത്തു പോകും, മണത്തു പോകും. അത്രമാത്രമേ ആഡംബരങ്ങൾ കൊണ്ട് കാര്യങ്ങളുള്ളൂ. അതുപോലെ മനുഷ്യൻ പണിതുയർത്തുന്ന അത്യാഡംബര കാര്യങ്ങളൊക്കെയും മനുഷ്യൻ വലുതായി കണ്ടുകൊണ്ട് അതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ന്യായവിധി വന്നു കഴിയുമ്പോൾ അന്ന് വരെ പൊളച്ചു മതിച്ചുകൊണ്ടിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്ന് അത് അശുദ്ധിയുടെ തടമായി അറപ്പുള്ള സകല പക്ഷികളുടെയും തടമായി തീരുന്ന സ്ഥലമായി തീരുമെന്ന്. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകലജാതിയിൽ കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ
അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഏതാ വേണ്ടത്? ഏത് സമ്പന്നത നമുക്ക് വേണ്ടിയത്? ഭൗമികമായിരിക്കുന്ന സമ്പന്നതയാണോ നമുക്ക് ആവശ്യമായത്? അതോ ആത്മീയമായ സമ്പന്നതയാണോ? കഥ പറഞ്ഞു, ആത്മീയമായി സമ്പന്നരായില്ല എങ്കിൽ ഈ നേടുന്നതൊക്കെയും ഇങ്ങനെയാണെന്നുള്ളത്. അവൻ ധനവാൻ, അവൻ വലിയതെല്ലാം കൃഷി ചെയ്തു, ഇഷ്ടംപോലെ നേടി. പക്ഷേ ദൈവം ചോദിച്ചു, എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവനെ എന്ന് ചോദിച്ചാൽ നീ സമ്പാദിച്ചു വെച്ചതൊക്കെ ആർക്കാകും? അതെ, ആത്മീയ വിഷയമായി സമ്പന്നനാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതം തന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും നാം ജയാളികളാണെന്നും ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വിലകളാണെന്നും പരാജയപ്പെടാനുള്ളവരല്ലെന്നും ഇന്ന് രാത്രി നാം എപ്പോഴും ചിന്തിച്ച് വേണം ഈ വേദപുസ്തകം തുറക്കുവാനായിട്ട്. ഈ പുസ്തകം തുറക്കുമ്പോൾ നിരാശയോടെ തുറക്കരുത്, തുറക്കുമ്പോൾ പ്രത്യാശയോടെ തുറക്കണം. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിരാശയോടെ പ്രാർത്ഥിക്കാനിരിക്കരുത്, ആരാധിക്കാതിരിക്കുമ്പോൾ നിരാശയോടെ പ്രാർത്ഥിക്കാനിരിക്കരുത്. സന്തോഷത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം, സ്വസ്ഥതയോടെ ഇരിക്കണം. ഇതുമായി ഇരിക്കുവാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയാൽ ഇത് നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നാം അശുദ്ധിയുടെ തടമായി തീരാനല്ല, ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി തീരാനല്ല, അശുദ്ധാത്മാക്കൾ വസിക്കാനുള്ളതല്ല, വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളുടെ കരങ്ങളിൽ തിരുവചനമേന്തി പ്രാർത്ഥിപ്പാനും ആരാധിക്കുവാനും ഇരിക്കുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലങ്ങൾ അശുദ്ധിയുടെ സ്ഥലമാകുകയല്ല, അറുപ്പുള്ള പക്ഷികൾ വരുന്ന സ്ഥലമാകത്തില്ല. അതുപോലെ അത് അശുദ്ധാത്മാക്കളുടെ ഇടമല്ല. നാം ഇരിക്കുന്ന സ്ഥലം പരിശുദ്ധാത്മാവിന്റെ ആരാധനയുടെ സ്ഥലമായി, വിശുദ്ധിയുടെ സ്ഥലമായി മാറുന്നു. മറുഭാഗത്ത് ഇതെല്ലാം വർണ്ണഭൂഷി പലതും പൂശി വെച്ചിട്ടുണ്ടെങ്കിലും, അത് സ്വർണം, രത്നം, മുത്ത് പലതും ഉണ്ടെങ്കിലും, ഇതെല്ലാം അത് അതിൻ്റെതായിട്ടുള്ള ആ യഥാർത്ഥമായ അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ ദൈവാത്മ പറയുക, ഇതെല്ലാം അശുദ്ധാത്മാക്കളുടേതും ദുർഭൂതങ്ങളുടെയും പാർപ്പിടമായി മാറും. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് പറയാം, നാം ഇവിടുന്ന് മരിച്ച നമ്മുടെ ശരീരം മണ്ണോട് ചേർന്നാലും നമ്മളിൽ വ്യാപരിക്കുന്നത് വിശുദ്ധിയുടെ ആത്മാവാണ്. നാം വിശുദ്ധനായിരിക്കും ദൈവത്തോടുകൂടെ ചേരാനുള്ളവരാണ്. എന്നാൽ മറുഭാഗത്ത് മർമ്മം മഗ്ദിയ ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം മുമ്പേ കണ്ടത്, അവൾ സ്വർണവും രത്നവും മുത്തുമണിഞ്ഞവളായി, അതെ, ഒരിക്കലും ദുഃഖം അനുഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച്, അവളുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇതെല്ലാം ദൈവം പറഞ്ഞു, ഈ ആഡംബര കാര്യങ്ങളൊക്കെ തീരാൻ പോകുക നിമിഷങ്ങൾക്കുള്ളിൽ, മണിക്കൂറിനുള്ളിൽ. ഇതെല്ലാം അശുദ്ധാത്മാക്കളുടെ തടവും ദുർബോധങ്ങളും ഇതെല്ലാം പറഞ്ഞല്ലോ പുറമെ കവർ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഈ പറയുന്ന അലങ്കാരങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളത് വെളിപ്പെടുത്തുമ്പോഴാണ് അതെന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശരീരം നമ്മളെ ദൈവം പൊളിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഇവിടുന്ന് മാറ്റി കഴിയുമ്പോൾ, നമ്മളെ ഇവിടുന്ന് എടുത്തു കഴിയുമ്പോൾ അശുദ്ധിയുടെ സ്ഥലത്തേക്കല്ല നാം പോകുന്നത്, വിശുദ്ധനായിരിക്കുന്ന ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് നാം പോകുന്നത് എന്നുള്ളതും രാത്രി ഓർക്കുമ്പോൾ നാം ആത്മീയമായി സമ്പന്നരായി തീരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ മറുഭാഗത്ത് അവർ സമ്പന്നരായി തീർന്നു, ഭൗതികയുടെ സമ്പന്നത ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ സംഭവം നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, വർണ്ണാലങ്കരമായ നഗരം കേവലം ഒരു മണിക്കൂറിനുള്ളിൽ അത് ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി തീരും, സകല അശുദ്ധാത്മാക്കളുടെ തടമായി തീരും, അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷിയുടെയും തടവുമായി തീരും. അല്ലേ? അങ്ങനെയാ തീരും. നമ്മുടെ ആരാധന സ്ഥലങ്ങൾ അങ്ങനെയാ തീരത്തില്ല. അല്ല, ദുർഭൂതങ്ങളുടെ പാർപ്പിടമല്ല, അശുദ്ധാത്മാക്കളുടെ തടമല്ല. കാരണം നാം സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്, സമ്പന്നത നേടാൻ വേണ്ടിയല്ല, ലോകസമ്പന്നത നേടാൻ വേണ്ടിയല്ല വിശ്വാസപാതയിലേക്ക് വന്നിരിക്കുന്നത്. അതിനു വേണ്ടിയല്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം, അത് നമുക്ക് സാമ്പത്തികം ആവശ്യമുണ്ട്. പക്ഷേ അത് നമ്മുടെ ബിസിനസ് അല്ല, സമ്പത്തുണ്ടാക്കാനുള്ള ബിസിനസ് അല്ല സുവിശേഷ വേല, അതിനുള്ള മാർഗമല്ല, അതല്ല നമ്മുടെ ഉദ്ദേശം. അത് ദൈവം നൽകും. ദൈവമാണ് നമുക്ക് വഴി തുറന്നു തരുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ സഭ പണിയണമോ, ആവശ്യങ്ങളുണ്ടോ, അത് നിറവേറ്റുന്ന ദൈവമാണ്. അതല്ലാതെ സൂപ്പർ മാർക്കറ്റ് പോലെ ഉള്ള സമാഗമിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവസഭകൾ. ദൈവസഭകൾ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സഭ ലാഭമുണ്ടാക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി ഉള്ളതല്ല. അത് ചെലവാകുവാനും ചെലവായി പോകുവാനും വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം അത് വേണ്ട രീതിയിൽ ചെലവാക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ കൈകളിൽ ദൈവം സമ്പത്ത് തരുന്നത്, ദൈവസഭയ്ക്ക് തരുന്നത്. നാം ഒരിക്കലും കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടുകൊണ്ട്
ദൈവസഭയ്ക്ക് വേണ്ടി അടിസ്ഥാനം ഇട്ടുകൊണ്ട് അതിനു വേണ്ടി അല്ല ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കെട്ടിടം പണിതോണം, കാറ് വാങ്ങിച്ചോണം, ജീവിച്ചോണം, അതൊക്കെ ദൈവം തരുന്നത് ചിലവാകുവാനും ചിലവായി പോകണം, അതാ ദൈവം ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവരെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് അവസാനം ഒന്നുമില്ലാതായി തീരുന്നതാണ് ലോകത്തിന്റെ സമ്പന്നത. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്, ദൈവം തരുന്നതാണ്. നാം സ്വരുക്കൂട്ടി വെക്കേണ്ടത് സമ്പത്തല്ല, നാം സ്വരുക്കൂട്ടി വെക്കേണ്ടത് നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതണം, തലമുറയ്ക്ക് വേണ്ടി കരയണം, ദേശങ്ങൾക്ക് വേണ്ടി കരയണം, ദിവസങ്ങളിൽ സഭകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ സമ്പാദ്യം കണ്ണുനീരായിരിക്കണം, അതേ കരച്ചിലായിരിക്കണം. ദൈവസന്നിധിയിൽ കരയണം, നെടുവേർപ്പെടണം. അത് ദൈവസന്നിധിയിൽ ശേഖരിച്ചു വെക്കുന്ന സമ്പാദ്യങ്ങളുടെ കണികളായി മാറുവാൻ ഇടയാത്തരും. അതാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപിക്കണം, പുഴുവും തുരുമ്പും കെടുക്കാതെ നിക്ഷേപം നമുക്ക് ഉണ്ടായിരിക്കണം. അതെന്താണ്? നമ്മുടെ ഇവിടുത്തെ ഓരോ നിലവിളിയും, നമ്മുടെ ഓരോ കണ്ണുനീരും, നാം സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും, അത് ദൈവസന്നിധി നിക്ഷേപമായി ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിവസങ്ങളിൽ നാം ചെയ്യുന്നത്, നാം കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ മുന്നോട്ട് പോകുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വിശുദ്ധിയുടെ ആത്മാവിൽ നമ്മളെ പണിതെടുക്കുന്നുണ്ടാകുന്നു. എന്നാൽ മറുഭാഗത്ത് ഈ വിധമായിരിക്കുന്ന ചിന്തകളൊന്നുമില്ലാതെ സമ്പത്തുണ്ടാക്കി വെച്ചുകൊണ്ട് അതിന്മേൽ ആ വലിയ അധ്യാഡംബരമായിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിപ്പോകുമ്പോൾ ദൈവം പറഞ്ഞു, ഒരു ദിവസം എല്ലാം ദുർഭൂതങ്ങളുടെ പാർപ്പിടമായിത്തീരും, സകലശുദ്ധമാക്കി തടമായിത്തീരും, അശുദ്ധിയും മറപ്പുമുള്ള സകല പക്ഷികളുടെയും തടമായിത്തീരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുതിരെ ബാബേൽ പ്രവാസകാലത്ത് ബാബേലിനെ കുറിച്ച് യെശയ്യാവ് ദർശനത്തിന്റെ ഇപ്രകാരം യേശയ്യാവിന്റെ പ്രവചനം 13-ാം അധ്യായം 19-22 വാക്യങ്ങൾ ഇതേക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിലൊരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല, തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാൻ അവിടെ കൂടാരമടിക്കുകയില്ല, ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവിടെ വീടുകളിൽ മൂങ്ങാ നിറയും, ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവിടെ അരമനകളിൽ ചെന്നായ്ക്കളും അവിടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. 13-ാം അധ്യായം ലൂസിഫറിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് 13-ാം അധ്യായം 14 അധ്യായങ്ങളൊക്കെ. അപ്പൊ ഈ ബന്ധത്തിൽ ബാബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരമായി ബാബേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വെളിപ്പാടത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളല്ലേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ച് കേൾക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അത് വെളിപ്പാടത്തിൽ നിറവേറ്റുമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യുന്നു, അശുദ്ധപക്ഷിയായ മൂങ്ങയും സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന ഒട്ടകപക്ഷി അവിടെ താവളമടിക്കുന്നു, ചെന്നായ്ക്കളുടെയും കുറുനരികളുടെയും ആവാസകേന്ദ്രമായി തീരുകയും ചെയ്യുന്നു. സൊദോം ഗൊമോറ എന്നിവയെ പോലെ ദൈവം ബാബേലിനെ മറിച്ചു കളയുന്ന പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ്. ബാബിലോൺ വീണുപോയി എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞ സമയത്ത് നിറവേറപ്പെടുന്നത് സാത്താനും മൃഗവും കള്ളപ്രവാചകനും കൂടി പണിതുയർത്തുന്ന ആഗോള സമ്പന്നതയുടെ കേന്ദ്ര നഗരത്തെ അവർ തന്നെയാണ് കേവലം ഒരു മണിക്കൂർ കൊണ്ട് അഗ്നിക്കിരയാക്കി നിത്യശൂന്യമാക്കി കളയുന്നത്. പ്രതികാല ദിവസത്തിൽ കേവലം ഒരു മണിക്കൂർ സമയം കൊണ്ട് നിറവേറപ്പെടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് 18-ാം അധ്യായം 4 മുതൽ 20 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്: എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാവങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടു പോരുവീൻ. അവളുടെ പാവം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ഇവിടെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചാണ് തുടങ്ങിയത്. ദൈവം അവളെ ഓർത്തു, അവളെ കുറിച്ച് ഓർത്തത് 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഓർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 19-ാം വാക്യം: നഗരം 3 അംശമായി പിരിഞ്ഞു, ജാതിയുടെ പട്ടണങ്ങൾ വീണുപോയി, ദൈവകോപത്തിന്റെ ക്രോധമത്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. ഇപ്പം ദൈവം അവളുടെ അകൃത്യം ഓർത്തു. 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അത് സംഭവിക്കുമ്പോൾ വീണ്ടും എടുത്തെഴുതുകയാണ്. 18-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പ്രതികാരം ദൈവം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതികാരം ചെയ്യുന്നത്? നമുക്കറിയാം. ക്രിസ്തുവിന്റെ പണത്തിൽ
രക്തം ചൊരിയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലോകസ്ഥാപനത്തിൻ്റെ സമയം കഴിഞ്ഞ് മനുഷ്യൻ പാപം ചെയ്ത ലോകാരംഭം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമായി രക്തച്ചൊരിച്ചിലുണ്ടായി. എന്നാൽ ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ അത് വലിയ എണ്ണം ആത്മാക്കൾ അവരുടെ രക്തം ഇവിടെ ലോകത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഇവിടെ ഊറ്റപ്പെടും, അവരുടെ ജീവൻ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. 2000 വർഷം മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ രക്തം മനുഷ്യപാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ടു. എന്നാൽ ഈ എതിർ ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ചൊരിയപ്പെടുന്ന രക്തം പ്രതികാരത്തിൻ്റെ രക്തമായി. ദൈവം അതിനുവേണ്ടി ആ പ്രതികാരം ചോദിക്കുന്ന ദിവസമാണ് പ്രതികാര ദിവസത്തിൽ നടക്കുന്നത്. അതേക്കുറിച്ചാണ് ഇവിടെ ഈ സൊദോം ഗൊമോറയെ ഇല്ലാതാക്കിയതുപോലെ ഇതിനെ ഇല്ലാതാക്കി കളയും, മറിച്ചു കളയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ ഇസ്രായേലിൻ്റെ പാപം പെരുകി ആകാശത്തോളം വളർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ യെശയ്യായുടെ പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ബാബേലിൻ്റെ പാപം തന്നെയല്ല വളർന്നിട്ടുള്ളത്, നമ്മുടെ ഒക്കെ പാപം അങ്ങനെയായിരുന്നേ, വളർന്നു പൊങ്ങിയതാ. ദൈവത്തിന് ഇരിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപം പൊങ്ങിയതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ മാനസാന്തരപ്പെട്ടവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അകത്തിന് തലയ്ക്കുമീതെ പെരുകി കവിഞ്ഞിരിക്കുന്നതും കുറ്റം ആകാശത്തോളം ഉയർന്നിരിക്കുന്നതും ഗ്രഹിക്കത്തക്കവണ്ണമുള്ള നീതിമാന്മാരായ മനുഷ്യർ അന്ന് യെസ്രായെ പോലുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ജനത പാപം ചെയ്യുമ്പോൾ, അവിടെ പാപം കുന്നിച്ച് വല്ലാതെ ഉയരുമ്പോൾ, സ്വദൈ കുമോറ പോലെ പാപം കുന്നിച്ചു കഴിയുമ്പോൾ ദൈവം നോക്കിയത് 5 നീതിമാന്മാരെ അവിടെ നോക്കിയത്. ദൈവം പറഞ്ഞു, അബ്രഹാമോട് പറഞ്ഞു, അബ്രഹാമേ, 5 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ അതിനെ മറിച്ചു കളയില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? ഇസ്രായേലിന്റെ പാപം ഈ വളർന്ന് അത്രമാത്രം തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നതും കുറ്റം ആകാശത്തോളം ഉയർന്നപ്പോഴും ദൈവം എന്തുകൊണ്ട് സൊദോം ഗൊമോറയെ പോലെ മറിച്ചു കളയാതിരുന്നു പറഞ്ഞാൽ, അബ്രഹാം അന്ന് വാദിച്ചപ്പോൾ ദൈവനോട് പറഞ്ഞു, 5 പേരുണ്ടെങ്കിൽ ഞാൻ മറിച്ചു കളയത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാപം പെരുകിയപ്പോൾ അവിടെ യെസ്രായെ പോലെ 5-ലധികം ആൾക്കാര് ഉള്ളത് കൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ മറിച്ചു കളയാതിരുന്നത്, ഇല്ലാതാക്കി കളയാതിരുന്നത്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിടത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറുഭാഗത്തത് യാഥാർത്ഥ്യമാക്കി തരാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്ന് അബ്രഹാം ഇടിവിൽ നിന്ന് പറഞ്ഞപ്പോൾ ലോത്തിന്റെ തലമുറയ്ക്ക് വേണ്ടി അവന്റെ നിലനിൽപ്പിന് വേണ്ടി അബ്രഹാം വാദിച്ചപ്പോൾ ദൈവം അവിടെ ഒരു മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു. 5 പേരുണ്ടെങ്കിൽ, 5 പേരെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 പേരാണ്, 5 പേരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണം മറിച്ചു കളയുകയില്ല എന്ന് പറഞ്ഞു. യെസ്രായെ പോലെയുള്ള ചിലരെ ദൈവം അന്ന് നിർത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലും നമുക്ക് നോക്കാൻ സാധിക്കുന്നത്, പാപം പെരുകി വല്ലാതെ ആയിത്തീരുമ്പോൾ ദൈവത്തിന് അവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിയുമ്പോൾ ദൈവം സന്ദർശിക്കും. എന്നാൽ യെസ്രായെ പോലെയുള്ള വീണ് കിടക്കുമ്പോൾ ദൈവകോപം അവരുടെ മേൽ വന്നിട്ടില്ല. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവസന്നിധി യെസ്രായെ പോലെ വീണ് കിടക്കുന്നവരായിരിക്കണം. സഭയുടെ വ്യക്തികൾ പാപം ചെയ്യുമ്പോൾ, വല്ലാതെ പാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസങ്ങളിൽ വീണ് കിടക്കുവാനുള്ള ദൗത്യം, നിയോഗമാണ് ദൈവം ചിലരുടെ മേൽ പകർന്നിരിക്കുന്നത്. അതിനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്, അതിനെയാണ് പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നത്, അതിനാണ് ഇടിവ് നിൽക്കുക എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? യുദ്ധത്തിൽ നിൽക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആരുമില്ലെങ്കിൽ മറിച്ചു കളയും. ദൈവം നീതിമാനാണ്. എന്നാൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒരാളെങ്കിലും ഇടി നിൽക്കുവാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, മറിച്ചു കളയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ദേശത്തെ മറിച്ചു കളയാതിരിക്കുവാൻ, സഭകളെ ഇല്ലാതാക്കി കളയാതിരിക്കുവാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ ഉള്ളതുകൊണ്ടാണ് മറിഞ്ഞു കളയാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ന് യെസ്രായിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപം കുന്നിച്ചു ആകാശത്തോളം പൊങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും നീതിമാന്മാരായ മനുഷ്യർ 5-ലധികം ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം മറിച്ചു കളയാതിരുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇവര് ബുദ്ധിമാന്മാരായിരുന്നു. സമയോചിതമായി ഇവർ ഇടപെട്ട് അവരെ എന്ത് ചെയ്ത് മടക്കി കൊണ്ടുവന്നു.
എന്നാണ് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ ലോകാവസാനത്തിന്റെ അന്ത്യത്തിൽ സമ്പന്നതയുടെ പുളപ്പിൽ ദൈവിക ചിന്ത ലവലേശമില്ലാതെ ആ പാപത്തിൽ മുഴുകിയ ലോകജനത ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ആരുമില്ലാത്ത വധം തെറ്റിച്ചു കളയുന്ന ബാബിലോണിനെ, ആ രാജ്യത്തെ, ആ ദേശത്തെ, അവിടെ ആരുമില്ലാതിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അവിടെ ഉള്ളവരോട് പറഞ്ഞു ഓടിക്കൊള്ളാൻ പറഞ്ഞു. അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ ഇരിപ്പാൻ അവളെ വിട്ടു പോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകത്യം ദൈവം ഓർത്തിട്ടുമുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ളവരോട് രക്ഷപ്പെടാനുള്ള സമയം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എപ്പോഴും നീതിമാനായതുകൊണ്ട് അവനുള്ള സമയം കൊടുത്തിട്ട് മാത്രമേ ദൈവം ശിക്ഷിക്കുകയുള്ളൂ. അത് നമുക്കറിയാമല്ലോ. ലോകത്തിനോട് പറഞ്ഞു ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. എങ്ങനെ ഓടി രക്ഷപ്പെടണം എന്നുള്ളത് ദൈവം അവനോട് പറയുമ്പോൾ ഓടിയാൽ മതി, ശക്തി നിനക്ക് തരും, നീ അവിടെ പറഞ്ഞു നിൽക്കരുത്. ഇപ്പം ഇവിടെ പറയുമ്പോഴും ഇവിടെ പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നശിപ്പിക്കാൻ പോകുക, തീയിറങ്ങി ഇല്ലാതാക്കി പോവും. പക്ഷെ അതിനു മുമ്പായി ഓടി രക്ഷപ്പെട്ടാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഓടുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ദൂത് കേട്ടാൽ ഓടിക്കണം, അത്രയേ ഉള്ളൂ. ലോകത്തിനോട് പറഞ്ഞല്ലേ, കുടുംബത്തെ വിളിച്ചുകൊണ്ട് 2 പെമ്പുക്കളെയും ഭാര്യയും വിളിച്ചു ഓടിക്കോളാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ അനുഭവം വരുമ്പോൾ അന്ന് അവിടെ ഉള്ളവരെല്ലാം അവിടെ രക്ഷപ്പെടേണ്ട സമയത്ത് രക്ഷപ്പെടാനുള്ള വഴി ദൈവർക്ക് ഒരുക്കി കൊടുക്കും, അവരോട് രക്ഷപ്പെടും. അപ്പോൾ അവരെ ന്യായം വിധിക്കാൻ ദൈവം ഉള്ള സാഹചര്യം അവിടെ ഒരുക്കുകയാണ്. ഇത് ക്രിസ്തുവിന്റെ ഭണ്ഡാരം മുതൽ മഗധ ബാബിലോണിന്റെ ന്യായവിധി വരെ നിരവധി പ്രാവശ്യം ദൈവം മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ മനുഷ്യർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിന് കീഴ്പ്പെടാതെ മനുഷ്യഹൃദയം നാശത്തിനായി അനുദിനം കഠിനപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നിമിത്തം ബാബിലോണിന്റെ വഞ്ചനയിൽ കുടുങ്ങാതെ ദൈവം അനുസരിക്കുന്നതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുവീൻ എന്ന് ദൈവം അരുളി ചെയ്യുക. അബ്രഹാം നോക്കി നിന്നതേ ഉള്ളൂ. നോക്കിയപ്പോൾ സ്വദോം ഗൊമോറ പട്ടണം തീക്കരയായി തീരുവാനിടയാത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ഇടിവൺ നിന്നാൽ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും ദൈവം തന്നോളും. യുദ്ധത്തിന് മുമ്പായി ശത്രുരാജ്യങ്ങളിൽ നിന്ന് സ്വന്തം ജനത്തെ മടക്കി വിളിക്കുന്നത് പോലെയുള്ള യുദ്ധകാല അടിസ്ഥാന നടപടിയാണ് ദൈവം ബാബിലോണിന്റെ ബന്ധത്തിൽ അപ്പോൾ ചെയ്യുന്നത്. ആ സമയത്ത് ചെയ്യുന്നത് നശിപ്പിക്കുന്നതിന് മുമ്പായി മാനസാന്തരപ്പെടാനുള്ള സമയം കൊടുത്തു. പക്ഷെ മാനസാന്തരപ്പെട്ടില്ല. ദൈവനം അനുസരിക്കുന്ന ദൈവമക്കളായിട്ടുള്ളവർ പറഞ്ഞു അവിടെ വിട്ടു പോരാൻ പറഞ്ഞു. അതിനുശേഷം ദൈവം അതിനെ ന്യായവിധിക്കുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് നമ്മളത് ചിന്തിച്ചതുകൊണ്ട്, ഈ ബാബേൽ എന്ന പേരിനെ കുറിച്ച്, ബാബിലോണിനെ കുറിച്ച് നാം മനസ്സിലാക്കിയതുകൊണ്ട്, അപ്പോൾ ലോകത്തിന്റെ പദ്ധതികൾ, മുടങ്ങിപ്പോയ പദ്ധതികളെ ഒരുമിച്ച് കൂട്ടി ദൈവത്തിനെതിരായി പണിതുയർത്താൻ വേണ്ടി ബാബിലോൺ എന്ന പേരിന്റെ ഗ്രീക്ക് പദത്തോട് ബന്ധത്തിൽ പഠിക്കുമ്പോൾ ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാതിൽ എന്നാണ് പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞു, യേശു ക്രിസ്തു പറഞ്ഞു, ഞാനാണ് യഥാർത്ഥത്തിൽ വാതിൽ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരികയില്ല എന്ന് പറയുമ്പോൾ ബാബിലോൺ സിസ്റ്റം എന്ന് പറയുന്നത് അത് ദുർശക്തികളായിരിക്കുന്ന സത്യസഭയല്ലാത്ത സകലതും ഇതിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. യഥാർത്ഥ വഴിയാകുന്ന ഗേറ്റ് ആയിരിക്കുന്ന യേശു ക്രിസ്തുവിന് വിരുദ്ധമായിട്ടുള്ളതാണ് ബാബിലോൺ. ബാബിലോൺ എന്ന് പറയുമ്പോൾ സത്യസഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഗേറ്റ് ഓഫ് ഗോഡ് എന്ന് ബാബിലോൺ എന്ന് പറയുന്നത്. എല്ലാവരും ദൈവത്തെങ്കിലേക്ക് വരാനുള്ള മാർഗമാണെന്നാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കലെത്തുകയില്ല. ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ വെറുതെ ബാബിലോൺ എന്ന് പറഞ്ഞു പോകരുത്. അതിന് സാത്താൻ പേരിട്ടിരിക്കുന്നത് ഗേറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ദൈവത്തെങ്കിലേക്ക് ചെല്ലാമെന്ന. അതേ, എതിർ ക്രിസ്തു ദൈവമായിട്ടിവിടെ ഭരിക്കുമ്പോൾ അവനിവിടെ അവൻ്റെ രാജ്യത്തിൻ്റെ സകല മ്ലേച്ഛതകളുടെയും പാപത്തിൻ്റെയും പാപപരമായിരിക്കുന്ന അതിലൂടെ പ്രവേശിച്ച് വിശാലമായ വഴിയുടെ നാശത്തിലേക്ക് പോകുവാനുള്ള ലോകത്തിന്റെ ദൈവത്തിന്റെ വഴിയാണ് ബാബിലോൺ. ഇതാണ് ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വാതിലാണ്, സമ്പന്നതയുടെ മാർഗം ബാബിലോൺ. മനസ്സിലായോ? ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേരുടെ ഹൃദയത്തിൽ നിന്ന് ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ്. ഏത് ഗേറ്റ് ഓഫ് ഗോഡ് ആണ്? ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ വാതിലാണത്. നാശത്തിലേക്ക് പോകുന്ന കഥ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി
വീതിയും വിശാലമായത്, അതിലൂടെ പോകുന്നവർ അനേകരുമാകുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത്, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമത്രേ. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞതാ. അതേ, വീതി വിശാലമായിരിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞ ആ കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണം. ബാബിലോണിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങളെന്ന് കർത്താവായ യേശു ഉച്ചരിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാകും. അതിവിടെ അന്ന് പറഞ്ഞത് കർത്താവ് പറഞ്ഞു, ഈ നീതിയിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കവുമാ, അതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. കാരണം തല പോകും. തല എതിർ ക്രിസ്തു വെച്ചേക്കത്തില്ല. അവന്റെ കിങ്കരന്മാർ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ബുദ്ധിയുള്ള മനുഷ്യർ, അവരെല്ലാം കൂടെ കൂടി പിടിച്ചുകൊണ്ടുപോകും. യേശുവിനെ ആരാധിക്കുന്ന, സത്യസുവിശേഷത്തിൽ നിൽക്കുന്ന ദൈവഭയമുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്പർ ഇട്ട് കൊണ്ടുപോകും, തല ഛേദിച്ച് കളയും, ഇല്ലാതാക്കി കളയും. ഒരു കാലഘട്ടത്തിൽ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ് ജീവങ്കിലേക്ക് വഴി, നിത്യജീവനിലേക്ക് വഴി. ഇപ്പോഴത്തെ കാര്യമല്ല കർത്താവ് പറഞ്ഞത്. ഇപ്പം ദൈവം ഒഴുക്കിയിരിക്കുന്ന വഴി വിശാലമായി എന്ന് പറഞ്ഞാൽ വഴി രക്ഷപ്പെടാനുള്ള മാർഗം ദൈവം തന്നിരിക്കുക. നമ്മൾ വിശ്വാസത്തിൽ വരാൻ വേണ്ടി ഞെരുക്കങ്ങൾ ഇടുക്കങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എത്ര സന്തോഷകരമായിട്ടാണ് നാം ഇതിലൂടെ പോകുന്നത്. എന്നാൽ വലിയൊരു കാലഘട്ടം എന്ന് കർത്താവ് പറഞ്ഞത്, ഈ ലോകാവസാനത്തുള്ള ബന്ധത്തിൽ സമയ കർത്താവ് പറഞ്ഞത്, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയും വിശാലമായതൊട്ടുള്ളതാണ്, അതിലൂടെ അനേകർ പോകുന്നു. അതാണ് ഗേറ്റ് ഓഫ് ഗോഡ്, ബാബിലോൺ. ഈ ലോകത്തിൽ അത് പ്രകടമായി അനേകർ അതിലൂടെ സഞ്ചരിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും അതേ ആഭാസങ്ങൾക്കും സുബോധമില്ലായ്മയ്ക്കും വേണ്ടി വഴി തുറന്നു വെച്ചിരിക്കുക. മനുഷ്യനെ മുഴുവൻ അതിലൂടെ കൊണ്ടുപോകുന്ന വേശ്യ, വ്യഭിചാരിണിയായിരിക്കുന്ന ലോകസ്നേഹം മാടി വിളിച്ച് അനേകരെ അതിലൂടെ നശിപ്പിച്ചു കളയുമ്പോൾ രാത്രി ദൈവത്തിന്റെ വചനം അത് വ്യക്തമായി സംസാരിക്കുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കും. കർത്താവ് പറഞ്ഞു, ഞാനാ വാതിൽ. ഈ വാതിൽ 2000 വർഷമായി വെളിപ്പെട്ടിട്ടും ഇന്ന് വരെയും അത് വെളിപ്പെടാതെ ഇരിക്കുന്ന അനേകരുണ്ടെന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആടുകളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി, വാതിലാകുന്ന ക്രിസ്തുവിലൂടെ പ്രവേശിപ്പാൻ ഇടയാറ്റിരുന്നതിനായി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്നാൽ ഈ വാതിൽ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് ദുഷ്ടങ്കിലേക്ക് പോകുന്ന വഴിയും വാതിലും എപ്പോഴും ലോകത്തിലുണ്ടെന്നതല്ല, അത് പ്രകടമായി വെളിപ്പെടുന്നതാണ്. എതിർ ക്രിസ്തുവിന്റെ വർണ്ണസമയത്ത് അത് പ്രകടമായി വെളിപ്പെടും. അവൻ പറയും, എന്നിലൂടെ പ്രവേശിച്ചു, ഇതിലൂടെ വന്നു, നിനക്ക് സമ്പന്നത തരാം, അതേ സുഖം തരാം, സന്തോഷം തരാം, ഈ ലോകത്തിൽ എൻജോയ് ചെയ്താനുള്ളതൊക്കെ പറഞ്ഞ് അനേകരെ മാടി വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഓർത്തുകൊള്ളുക. സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവളുടെ വായിൽ നിന്ന് തേനിറ്റിറ്റ് വീഴുന്നു. എന്നാൽ അത് നാശത്തിലേക്ക് പോകുന്ന വഴിയാ. അതേ പ്രിയപ്പെട്ടവരെ, വഞ്ചനയിലേക്കും പാപത്തിലേക്കും കൊണ്ടുപോകുന്നത് മുഴുവനും അത് പ്രലോഭനത്തിന്റെ വാക്കുകളാ, യാമോഹിപ്പിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം ശാസനയും ശിക്ഷയുമാണ്. അത് കയ്പായി തോന്നുമെങ്കിലും അത് മധുരമുള്ളതാ. രാത്രിയിൽ ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള വഴി ദൈവം തുറന്നു തന്നിരിക്കുക. യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള വഴിയിലൂടെ പ്രവേശിച്ച് ഞെരുക്കത്തിലൂടെയാണെങ്കിലും അതേ കഷ്ടതയാണെങ്കിലും എത്തേണ്ട സ്ഥലത്തെ ജീവങ്കിലേക്ക് എത്തുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. കഥാവ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ വഴിയോടുള്ള ബന്ധത്തിൽ കഥാവ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും പൂർണ്ണമായിട്ട് 90% കാര്യങ്ങളും കഥാ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവസഭ സ്ഥാപിതമായിട്ടില്ല. അതുകൊണ്ട് പൊതുവായിട്ട് യഹൂദനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് പ്രസക്തിയുള്ളത്. ഗേറ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളയുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുവിശേഷത്തിൻ്റെ പ്രകാശനം അത് ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധമാവോ തന്ന് അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മരുഭൂമിയായി കഴിയുമ്പോൾ ഇവിടെ കുരുടായി പോയിരിക്കുന്ന കണ്ണുള്ള അനേകരായിരിക്കും അന്ന് ആ ലോകത്തിൽ അധികമായിട്ടുള്ളത്. വിവേകമില്ലാത്ത മനുഷ്യൻ പാപത്തിലേക്ക് അറുക്കപ്പെടാനുള്ള ആടുകളെ പോലെ പാതാളവും മരണവരെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരനുഭവം ലോകത്തിൽ വരുന്ന. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നദി ദിവസങ്ങളിൽ അനേകരെ ജീവങ്കിലേക്കും സന്തോഷത്തിലേക്കും നിത്യത്തിലേക്ക് നയിക്കുമ്പോൾ ഈ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം. ഇതിനപ്പുറമായൊരു സന്തോഷമില്ല എന്നുള്ള സന്ദേശം കൂടി ഞാൻ ഈ തരണത്തിൽ ഓർപ്പിക്കുകയാണ്. ജയഹോയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം അതവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിന് മുമ്പ് മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിന് മുമ്പേ താഴ്മ. അപ്പോൾ ബാബിലോണിനെ കുറിച്ച് വിചാരിക്കുമ്പോൾ സമ്പത്ത്
ധനവാൻ ഉറപ്പുള്ള പട്ടണവും ഉയർന്ന മതിലും ആയിട്ട് തോന്നുന്നു എന്നാണ് ഈ സദൃശവാക്യത്തിന്റെ 18-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം പറയുന്നത്. ഇത് എത്ര കൃത്യമാണെന്നറിയാമോ? എന്നാൽ ഈ ഈ സമ്പത്ത് ഉറപ്പുള്ള പട്ടണവും അത് അവന് ഉയർന്ന മതിൽ പോലെ അവന് സംരക്ഷണമാണെന്നൊക്കെ തോന്നുന്നു. ഉറപ്പുള്ള പട്ടണത്തിൽ ഉയർന്ന മതിലായി തോന്നുന്ന സംരക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ, അത് ലോകത്തിന്റെ പ്രൗഢിയും ഇതെല്ലാം ഉണ്ടാകുമ്പോൾ, എന്നാൽ നമുക്കുള്ളത് യഹോവയുടെ നാമം, ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ലോകം കെട്ടിപ്പൊക്കുന്നതെല്ലാം, സുരക്ഷിതമായിരിക്കുന്നതെല്ലാം അത് സമ്പത്ത് കൊണ്ടുണ്ടാക്കുന്നതാണ്. അത് അവന് വിചാരിക്കുന്നു ഉറപ്പുള്ള പട്ടണമാണ്, നശിക്കത്തില്ല എന്ന്. അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നമുക്കറിയാമല്ലോ, അതേ പലതും കണ്ടുപിടിക്കും, ബങ്കറുകൾ ഉണ്ടാക്കും, ബോംബുകൾ എത്താത്ത സ്ഥലങ്ങൾ കണ്ടുപിടിക്കും, വലുതെല്ലാം ഉണ്ടാക്കും, നക്ഷത്രങ്ങളിൽ പോയി കൂടുകെട്ടി താമസിക്കും, അധികം താമസം ഇതെല്ലാം ഉണ്ടാക്കും. കാരണം സമ്പത്ത് കൊണ്ട് ഇതെല്ലാം നേടിയെടുക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഉറപ്പുള്ള പട്ടണം പോലെ, ഉയർന്ന മതിൽ പോലെ സംരക്ഷണമാണെന്നൊക്കെ തോന്നും. എന്നാൽ അത് നാശത്തിലേക്ക് പോകുക, അവൻ അഹങ്കരിച്ചു പോകും. എന്നാൽ മാനത്തിന് മുമ്പ് താഴ്മ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ സാധിക്കുന്ന യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നമുക്ക് നമ്മുടെ സമ്പത്തിലല്ല നാം ആഗ്രഹിക്കുന്നത്. രാവിലെ എല്ലാം എഴുന്നേറ്റ് നമുക്ക് എത്ര രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനേക ദിവസങ്ങളിൽ അവരുടെ സമ്പത്ത് നോക്കിക്കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ച് അഹങ്കാരികളെ തീരുമ്പോൾ, ഞാനും നിങ്ങളും ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് നോക്കിയല്ല സന്തോഷിക്കുന്നത്. നാം സന്തോഷിക്കുന്നത് യഹോവയുടെ നാമത്തിലാണ് ആശ്രയിക്കുന്നത്. രാത്രി ബലമുള്ള ഗോപുരമായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നീതിമാനായി തീരുവാൻ, അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഓരോ ദിവസവും ദൈവം തന്നിരിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ ലോകം മുഴുവനും സമ്പത്തിന്റെ പിന്നാലെ, അത് വലിയ ഉറപ്പുള്ള പട്ടണമായി, അത് ഉയർന്ന മതിൽ പോലെ തോന്നുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആവശ്യമായതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ മതിൽ സമ്പത്തല്ല, നമ്മുടെ ഉറപ്പ് പട്ടണമല്ല, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഉറപ്പുള്ള പട്ടണം, നമുക്ക് സമ്പത്തല്ല, ഉറപ്പുള്ള പട്ടണമായി മതിലായി തോന്നുന്നത് നമുക്ക് യേശുവിന്റെ നാമമാണുള്ളത്. സകല നാമത്തിലും മേലായ യേശുവിന്റെ നാമമാണ് നീതിമാന്മാരായിരിക്കുന്ന നമ്മുടെ അഭയസ്ഥാനം. അതിലാണ് നാം അഭയം പ്രാപിക്കുന്നത്. ഇന്ന് രാത്രിയിലും ആ നാമത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അതിൽ നമുക്കായിരിക്കുവാൻ, ആ ബലമുള്ള ഗോപുരത്തിൽ, യേശു എന്ന നാമത്തിൽ ആ ബലമുള്ള ഗോപുരത്തിൽ അഭയം പ്രാപിക്കുന്ന നീതിമാന്മാരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. മറുഭാഗത്ത് പലതിലും അവർ ആശ്രയിക്കുക. ഞാൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇന്ന് പലരുടെയും ആശ്രയം മുഴുവൻ സമ്പത്തില്ല. അതെ, എവിടെ പോകണമെങ്കിലും പണം വേണം. പക്ഷേ നമ്മൾ ഒരിടത്തും പോയല്ല ആശ്രയിക്കുന്നത്. പണം മുടക്കി പോയിട്ടല്ല നാം ജീവിക്കുന്നത്. നമ്മുടെ ആത്മീയത പണം മുടക്കി സഞ്ചരിച്ചാൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുമ്പോൾ, അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിനായി, സുരക്ഷത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഒരുക്കുന്ന ആ സംരക്ഷണത്തിനായി, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിക്കായി നമ്മെ കവർ ചെയ്യുന്ന ആ വിരിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചിറകിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീതിമാൻ അതിൽ അഭയം പ്രാപിക്കുന്ന പറയുന്ന യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, യേശു ക്രിസ്തുവാകുന്ന നാമത്തിൽ ശരണം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. എങ്ങനെയാ നാം കിടന്നുറങ്ങുന്നത്? നാം എങ്ങനെയാ സ്വസ്ഥതയായി കിടന്നുറങ്ങുന്നത്? നാം കിടന്നുറങ്ങുന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നാം സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ജീവിതത്തെ എല്ലാം ഏൽപ്പിച്ചു കഴിയുമ്പോൾ നാം പൂർണ്ണമായ സ്വസ്ഥതയുണ്ടാകും. എൻ്റെ ദൈവം എനിക്ക് ബലമുള്ള ഗോപുരമാണ്, ഞാൻ അതിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നവരെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. രാത്രിയിലും ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവം നിറവേറ്റട്ടെ. നാം ദൈവത്തെ സന്നിധിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ദിവസങ്ങളിൽ താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി, ഒന്നിലും അഹങ്കരിക്കാതെ നമുക്ക് ജീവിക്കാം. അത് ക്രിസ്തുവിൻ്റെ മനസ്സോട് അവൻ ലോകത്തിൽ വന്നപ്പോൾ സകലത്തിന് ഉടമയായിരുന്നു. പ്രപഞ്ചത്തിന് മുഴുവനും അവൻ്റേതായിരുന്നു. എല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ വിനയവും താഴ്മയും
എത്രമാത്രം വിനയമുള്ളതായിരുന്നു. എന്ന രാത്രിയിൽ ഞാൻ ആ വിനയത്തിന് മുമ്പിൽ, താഴ്മയുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുക. അതെ, അവൻ അവസാനമായി ചെയ്ത ശുശ്രൂഷയും, അവൻ പാത്രത്തിൽ വെള്ളമെടുത്ത് അരയിൽ ഒരു തോർത്ത് കെട്ടിക്കൊണ്ട് സൃഷ്ടികളായിരിക്കുന്ന മനുഷ്യരുടെ കാൽപാദങ്ങൾ കഴുകി അവൻ ശുശ്രൂഷ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് താഴ്മ എന്നുള്ളത്? അവനെ നാം അനുഗമിക്കുന്നത്. മറുഭാഗത്ത് ഗർവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രീതിയിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ താഴ്മയുള്ളവരായി ജീവിപ്പാൻ എന്നിൽ ആ ക്രിസ്തുവിൻ്റെ താഴ്മ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നീതിമാൻ അഭയം പ്രാപിക്കുന്നത് യഹോവയുടെ നാമത്തിലാണത് അവന് ബലമുള്ള ഗോപുരമാണ്. നീതിമാന്മാരെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് താഴ്മയുള്ളവരായിരിക്കും. അതുകൊണ്ട് ദൈവം അവരെ മാനിച്ചുയർത്തും. നമുക്ക് ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് പോലും സ്വന്തമായിട്ടൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമ്മെപ്പോഴും എല്ലാം ദൈവഹിതമെങ്കിൽ എന്ന് പറയും, ദൈവം അനുവദിച്ചാലെന്ന് പറയും. കാരണം ദൈവം എന്തെങ്കിലും തന്നെങ്കിലേ എനിക്കുള്ളൂ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ദൈവം അനുവദിക്കണം. രാത്രിയിൽ നാം വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി നാം ദൈവത്തിന് നമ്മളെ സമർപ്പിക്കാം. അതുകൊണ്ടാണ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്, എത്ര സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ പിതാവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ വേണ്ട. യേശുവിനെ കൂടാതെ ഒന്നും ചെയ്യണ്ട. ഇന്ന് രാത്രിയിൽ സമ്പൂർണമായി സമർപ്പിക്കാം. ദൈവാത്മാവകത്യമായി ഇടപെടുക. എന്നൊരു താഴ്മയുടെ, വിനയത്തിൻ്റെ, ഒരു ആശ്രയത്തിൻ്റെ ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നത്. അത് മറ്റു പലർക്കും അഹങ്കാരികളായ അധികാരവും പണവും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ നാമം മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്ത ധനവാന് അവൻ്റെ സമ്പത്താണ് ഉറപ്പുള്ള പട്ടണം ഉയർന്ന മധുരമായി തോന്നുന്നത്. സമ്പത്തിലും മറ്റു കഴിവുകളും അഹങ്കരിച്ച് ഹൃദയം വിളിക്കുന്നവർ പെട്ടെന്ന് നാശത്തിനിരയായിത്തീരുമ്പോൾ ഇന്നുവരെയും നാം വീണിട്ടുണ്ടെങ്കിലും നശിച്ചു പോകാതിരുന്നത് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടാണ്. നാം വീണിട്ടില്ലെന്നല്ല, ഒരുപാട് പ്രാവശ്യം വീണിട്ടുണ്ട്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലംപരിചാകിയില്ല. എന്നാൽ ദുഷ്ടൻ വീഴുമ്പോൾ തന്നെ ഇല്ലാതായിത്തീരും. എണ്ണേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം കൊണ്ട് അഹങ്കാരത്തിൻ്റെ സൗധങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുമ്പോൾ ദിവസങ്ങളിൽ നമുക്ക് പറയാം, നാം പല പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിലും നിലംപരിചായി പോകാതിരിക്കുന്നത്, നശിക്കാതിരിക്കുന്നത് ദൈവമേ അങ്ങയുടെ കൃപയാണ്, 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 നിന്റെ കരുണയാണ്. നിലാശ്രയിക്കുന്നത് കൊണ്ടാണ്. ഇസ്രായേൽ തകരാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തോട് നിലവിളിക്കുന്നതുകൊണ്ടാണ്. അവിടെ അവശ്യഘട്ടങ്ങൾ വരുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി നിലവിളിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം കണ്ണുനീരും നിലവിളിയും കേൾക്കുന്ന ദൈവമാണ്. മഗ്ദലയും ബാബിലോണിന്റെ പെട്ടെന്നുള്ള നാശത്തിന് കാരണം അതെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ അഹങ്കാരവും അത്രമേൽ ഉയർന്ന മാനത്തോളം അഹങ്കാരം ഉയർന്ന ആകാശത്തോളം എത്തുന്ന ഒരു സന്ദർഭം വരുമ്പോഴാണ് ദൈവം ന്യായവിധി അവളുടെ മേൽ അയക്കുന്നത്. അതേക്കുറിച്ച് 18-6-7 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. അവളെ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പൊളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. ഹൃദയത്തിൽ അഹങ്കാരമുണ്ടായി. അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിധവയാകത്തില്ല, ഞാൻ രാജ്ഞിയായിട്ടിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് ദീർഘ സമയത്ത് അവൾ വിചാരിക്കും, ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ട സമയം വരത്തില്ല, ഇരിക്കുന്ന വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയത്തിൽ അഹങ്കരിച്ചു. ദൈവതെല്ലാം ദൂരെ നിന്ന് അറിയുന്നുണ്ട്. അവളുടെ ഹൃദയത്തെ ദൂരത്തുനിന്ന് കാണുന്ന കർത്താവ് മർമ്മം മഗ്ദലയും ബാബിലോണെ നോക്കിയിട്ട് പറഞ്ഞു, അവൾ കലക്കി തന്നത് നീ മറന്നു പോകണ്ട, ഇരുട്ടി കലക്കി കൊടുത്തോളാൻ പറഞ്ഞു. അവൾ തന്നെ താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം ഒക്കെ പീഡയും ദുഃഖവും കൊടുക്കുവാൻ ദൈവം ആജ്ഞ കൊടുക്കുകയാണ്. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് ഹൃദയം കൊണ്ട് അവൾ വിചാരിച്ചു. ഒരിക്കലും പറഞ്ഞാൽ ഈ സമ്പന്നതയുടെ രാഷ്ട്രങ്ങൾ, അതിൻ്റെ ആധിപത്യം, അതിൻ്റെ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ എൻ്റെ പ്രഭവ കേന്ദ്രം പറയും, ഒന്നിനൊരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ജനത്തിന് വിരോധമായി
അവൾ ചെയ്തതുപോലെ അവളുടെ പ്രവൃത്തിയെ കണ്ട് ഇടിച്ചു കൊടുക്കുവാനും കലക്കി തന്ന നിമിത്തം ദൈവജനം അനുഭവിച്ച കഷ്ടതകൾക്ക് പകരം ഇടിച്ചവളുടെ പാനപാത്രത്തെ കലക്കി കൊടുക്കുവാനാണ് ദൈവം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക, അന്ന് തലയിറക്കപ്പെടുമ്പോൾ അവർ ജീവനെ സമർപ്പിക്കുക, സഹിഷ്ണുതയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തിനു വേണ്ടിയാ തല ഏൽപ്പിച്ച് അറുത്തു കൊടുക്കുന്നത്? ഭൂരിപക്ഷമുള്ളവർ മുഴുവനും ഇവരെ പീഡിപ്പിച്ചു കൊല്ലുമ്പോൾ അവർ അവരുടെ ജീവനെ വിലയേറിയതായി കാണാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അവൾ അഹങ്കരിച്ച് പൊളച്ചത് നിമിത്തമായി അവൾക്ക് പീഡയും ദുഃഖവും കുടിപ്പി എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ഭക്തന്മാരെ കഴുത്ത് വെട്ടി അവിടെ രക്തം ചീന്തുമ്പോൾ അവൾ വിചാരിച്ചു ഇവരെല്ലാം ഭീരുക്കളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, അതേ നിസ്സാരന്മാരാണ്, ഒരു വിലയുമില്ലാത്തവരാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു കൂട്ടമാണെന്ന അവൾ വിചാരിച്ചത്. അങ്ങനെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചോദിക്കേണ്ടവൻ തക്ക സമയത്ത് ചോദിക്കും. ദൈവജനത്തിനെതിരെ കൈയോങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവജനത്തിനെതിരെ ഒരു മണ്ണ് വാരിയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചോദിക്കേണ്ടവൻ ചോദിക്കേണ്ട സമയത്ത് അവനത് ചോദിക്കും, മറക്കത്തില്ല. ഇവിടെ ഇവൾ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയാൽ ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കത്തില്ല. കാരണം നമുക്ക് സമ്പത്തുണ്ട്, അധികാരമുണ്ട്, എല്ലാമുണ്ട്, അതുകൊണ്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിന്റെ ഭക്തന്മാരുടെ തലകൾ അവർ അന്ന് ചിരച്ഛേദം ചെയ്ത് ഉടലും ശരീരവും തമ്മിൽ വേർപിരിച്ച് രക്തം ധാരധാരിയായി ഒഴുകുമ്പോൾ ഇവൾ പൊളച്ചു, വിചാരിച്ചു ഇവർ അശക്തരാണ്, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന്. ഇന്നും അതാ സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇവിടെ ഒരുപക്ഷെ ആരും ചോദിക്കാനും പറയാനും കാണത്തില്ല. എന്നാൽ ഒരുവൻ ഇത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക. നീ ഹൃദയത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞ സമയം വരുമ്പോൾ ഞാൻ വിധിച്ചു കൊള്ളാം. ദൈവങ്ങളുടെ അവസ്ഥകളെ കണ്ടിട്ട് ഇവിടെ എത്രമാത്രം അഹങ്കരിക്കാമോ അത്രത്തോളം അഹങ്കരിക്കട്ടെന്ന് ദൈവം അവളെ അനുവദിച്ചു കൊടുത്തു. അതനുസരിച്ച് അവൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അയക്കുവാൻ ഇടയായി തീർന്നു. അവൻ ബാബിലോനെ മനുഷ്യന്റെ മനോനിർണ്ണയങ്ങൾ ഗ്രഹിക്കുവാൻ കഴിവുള്ള ദൈവം ബാബിലോനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. അത് അവൾ രാജ്ഞിയായിട്ടിരിക്കുന്നു, വിധവയല്ല, ദുഃഖം അവൾ കാണുകയില്ല എന്നുള്ളതാണ്. അതിനകത്ത് അവൾക്കുണ്ടാകുവാൻ പോകുന്ന ബാധകളെ കുറിച്ചുള്ള വിവരണമാണ് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നത്. 18-ാമത്തെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം, മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ്, ശക്തനുള്ള കർത്താവിനെ ഒരൊറ്റ ദിവസം കൊണ്ട് നീ വളരെ നാളുകളായി ചെയ്തു കൂട്ടിയത് മുഴുവനും നിന്നോട് ചോദിക്കാൻ പോവുകയാണ്. നിന്റെ വ്യഭിചാരത്തിന്റെ ശിക്ഷയുണ്ടല്ലോ. ദൈവത്തിൽ പറയും, ലേവ്യ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, ദുഷ്കർമ്മം ചെയ്യുന്നവരെ തീയിലിട്ട് ചുട്ടുകളയണമെന്ന്. അപ്പൊ ദുഷ്കർമ്മത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിരിക്കുന്ന മർമ്മം മഗ്ദിയം ബാബിലോണിനെ ദൈവം തീ കൊണ്ട് ചുട്ടുകളയുവാൻ ദൈവം തീരുമാനമെടുത്തു. സായന പ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞു, ലേവ്യ പുസ്തകത്തിൽ 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു, ദുഷ്കർമ്മം ഇല്ലാതിരിക്കേണ്ടതിന് അത് പ്രവർത്തിക്കുന്നവരെ തീയിലിട്ട് ചുട്ടുകളയണമെന്ന്. അപ്പോൾ അങ്ങനെ ചുട്ടുകളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ശിക്ഷ അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മർമ്മം മഗ്ദിയം ബാബിലോനെ കുറിച്ച് പറയുമ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നത് അത് പറയുന്നത്. ദൈവിക നിയമം ആണ് ബാബേലിൽ വളരെ ശക്തമായ രീതിയിൽ അന്ന് നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ദൈവന്യായവിധി അവൾ ആശ്രയിച്ചെന്ന് ഒന്നിനും തന്നെ അവളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നതുമില്ല. കേവലം 1 മണിക്കൂർ കൊണ്ട് മഹാനഗരം ദൈവകോപത്തിന്റെ അഗ്നിയിൽ കത്തിയമരുന്നു. ഇതേക്കുറിച്ച് ദാനിയേലും യെശയ്യാവും യിരെമ്യാവും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 11-ാം കൂടെ വാക്യങ്ങൾ വായിച്ച് അന്ന് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ എങ്ങനെയാണ് ഈ മർമ്മം മഗ്ദിയം ബാബിലോണിന്റെ ബന്ധത്തിലുള്ള പ്രതികാര നടക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ളത് നാം അത് സവിസ്തരം ചിന്തിക്കുമ്പോൾ എല്ലാ പ്രവചനങ്ങളും നമ്മളെടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം ഒരു ഭാഗം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവചനവും യെശയ്യാവിന്റെ പ്രവചനവും യിരെമ്യാ പ്രവചനവും അങ്ങനെ നിരവധി പ്രവചനങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പഠനം മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് വെളിപ്പാട് പുസ്തകം മുഴുവൻ വായിച്ച് പഠിപ്പിക്കാൻ പലരെ കൊണ്ട് സാധിക്കുമെന്നാൽ അങ്ങനെയല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതിന്റെ ഏകദേശമെങ്കിലും 1-2 ഭാഗമെങ്കിലും എടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുന്നത് ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി
അത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതിൻ്റെ പ്രവചനം 7-11 വായിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി ഇന്നത്തെ ദൂത് അവസാനിപ്പിക്കാൻ സമയം പോകുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ദൂത് ഇവിടെ അവസാനിപ്പിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 7-11 പറയുന്ന, കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി. അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിൽ നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു. ദാനിയേൽ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്തുള്ള മഹാനഗരത്തെ ഒരു മൃഗമായിട്ടാണ് കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിനെ സ്ത്രീയായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഇവിടെ ദാനിയേൽ അതിനെ ഒരു മൃഗമായിട്ട് കാണുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിനെ മൃഗമായിട്ടും എതിർ ക്രിസ്തുവിനെ മൃഗമായിട്ടും കള്ളപ്രവാചകനെ മറ്റൊരു മുഖമായിട്ടും ചിത്രീകരിക്കുമ്പോൾ മഹാനഗരത്തെ സ്ത്രീയായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൃഗത്തെ കൊന്ന് അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിൽ ഇട്ട് ചുട്ടുകളയുന്നെന്ന് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ബാബിലോണിനെയാണ്. എന്നാൽ വ്യത്യാസം എന്ന് വെച്ചാൽ ദാനിയേൽ പ്രവചിക്കുന്നത് ഇസ്രായേലുള്ള ബന്ധത്തിലാണ് പ്രവചിക്കുന്നത്. അപ്പോൾ അതിനെ മൃഗത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് സ്ത്രീയോട് ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഫോഴ്സ് ചർച്ച് അഥവാ ദുരുപദേശങ്ങളുടെ എല്ലാം കൂട്ടായ്മകളായിരിക്കുന്ന സമ്പന്നതയുടെ ഇതിനെ കാണിക്കാൻ വേണ്ടിയാണ് സ്ത്രീയെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സത്യവചനമല്ലാത്ത എല്ലാം ഇതിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സ്ത്രീയായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും മുഖാന്തരമായി നിർമ്മല കന്യകയും ദൈവത്തിൻ്റെ സഭയുമാണ് കന്യകമാരൊക്കെ പണിയപ്പെടുന്നെങ്കിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും മുഖാന്തരമായിട്ട് അന്നേരം ഇവിടെ ഉടലെടുക്കുന്നത് ഒരു സ്ത്രീയാണത്. മർമ്മം മകതിയ ബാബിലോണാണ് മ്ലേച്ഛതയുടെയും വേശ്യയുടെയും അല്ലെങ്കിൽ ഒരു സമാഗം ആയിത്തീരുന്ന ഒരു ഭാഗത്തെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രവചനത്തിൽ ദാനിയേൽ അതിനെ മൃഗമായിട്ട് കാണുമ്പോൾ ആ മൃഗത്തെ സ്ത്രീയായിട്ട് വെളിപ്പാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവസഭയുള്ള ബന്ധത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന മുഖാന്തരമായി ദൈവത്തിന് കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ വെളിപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് സാത്താനും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും കൂടി പടുത്തുയർത്തുന്ന അവളുടെ സമ്പ്രദായത്തെ സ്ത്രീയായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിനെ ദാനിയേൽ കാണുന്നത് മൃഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ വെളിപ്പെടുന്ന മൃഗത്തെ കൊന്ന് അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുന്നതെന്ന് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നത് ബാബിലോണിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോണിന് 10 കൊമ്പും മൃഗവും കൂടി ശൂന്യവും നഗ്നവുമാക്കി അവരുടെ മാംസം തിന്നുകളയും തീ കൊണ്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇതേക്കുറിച്ചുള്ള പ്രവചനം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് കൊള്ളയടിക്കപ്പെട്ടിരിക്കും. ഇവിടെ ശൂന്യവും നഗ്നവുമാക്കി പറഞ്ഞാൽ ഇത് ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇവര് ദേക്ഷിച്ചു കഴിയുമ്പോൾ അവളെ കൊള്ളയടിക്കും. അതിനുശേഷമായി ഇല്ലാതാക്കുവാൻ വേണ്ടി ഇവിടെ തീയിലിട്ട് ചുട്ടുകളയുന്ന അനുഭവത്തിലേക്ക് ആ ദേശത്തെ ആ രാജ്യത്തെ ഇല്ലാതാക്കി കളയും എന്നാണ് വെളിപ്പാട്. ബാബിലോൺ എന്ന മൃഗത്തെ ചുട്ടുകളഞ്ഞതിന് ശേഷം ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന മറ്റു മൃഗങ്ങൾ എന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് എതിർ ക്രിസ്തുവാകുന്ന മൃഗം, കള്ളപ്രവാചകനാകുന്ന മറ്റൊരു മൃഗം, 10 കൊമ്പുകളാകുന്ന 10 രാജ്യങ്ങൾ അഥവാ 10 മൃഗങ്ങൾ, അങ്ങനെ 12 രാഷ്ട്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകേണ്ട സമയത്ത് നിവൃത്തിയാകും. അവരുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ പ്രവേശിച്ചതുകൊണ്ട് അവൻ്റെ കൂടെ എത്തിയതുകൊണ്ട് നിത്യവിലേക്ക് പ്രവേശിപ്പാൻ, നിത്യജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ആനന്ദി നിന്ന് ധാരാളമായി കുടിച്ചുകൊണ്ട് ദിവസങ്ങളിൽ ഉന്നതികളിൽ നിന്ന് നമുക്ക് ഉന്നതികളിലേക്ക് എത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആത്മീയ സമ്പന്നതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി പറയും, കർത്താവേ, ഞങ്ങളൊന്നുമായിട്ടില്ല, ഞങ്ങൾ ആത്മീയമായ ദാരിദ്ര്യമുള്ളവരാ, ഞങ്ങൾക്ക് അറിയേണ്ടത് പോലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, പഠിക്കേണ്ടത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലാകേണ്ടത് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ജീവിക്കേണ്ട പോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറവുകൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളൊരു ദാരിദ്ര്യമുണ്ട്, ആത്മീയമായ ദാരിദ്ര്യമുണ്ട്. ഞങ്ങൾക്ക് കർത്താവേ കൃപ തോന്നി എന്നെ നീ സമ്പന്നമാക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം നീ സമ്പന്നമാക്കണമേ. താഴ്മയും വിനയമുള്ളവരായി ദൈവത്തിൽ വേണ്ടി നിൽക്കുവാൻ, നെടുമ്പാട് വീഴുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഹങ്കരിച്ചു പോകാതെ, നെഗളിച്ചു പോകാതെ ദൈവവയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. യേശു ക്രിസ്തുവിന്റെ മാതൃകയെ പിൻപറ്റുവാൻ, അവൻ വരുവോളം അവൻ്റെ കൃപയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറുഭാഗത്ത് എതിർ ക്രിസ്തുവാകുന്ന നെഗളിയായിരിക്കുന്ന, അഹങ്കാരിയായിരിക്കുന്ന, അവൻ പണിതുയർത്തുന്ന മർമ്മം മകതിയം ബാബിലോൺ
അതിൻ്റെതായിട്ടുള്ള ആ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, അഥവാ ലോകത്തിന്റെ ആരംഭം മുതൽ വ്യാപരിക്കുന്ന ഈ ശക്തി അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രബലപ്പെട്ട് വെളിപ്പെടുമ്പോൾ അത് അഹങ്കാരവും നിഗളവുമുള്ള തീരുമെന്നാൽ അവളെ ദീക്ഷിച്ചു കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാണോ അവളെ വളർത്തിക്കൊണ്ടുവന്നത് അവർ തന്നെ അവളെ ദേഷിച്ച് ഇല്ലാതാക്കി കളയും. വിദ്വേഷത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുമ്പോൾ സ്നേഹസമ്പന്നനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സമ്പന്നത നമ്മെ ചേർക്കുവാൻ വേണ്ടി അവൻ വേഗത്തിൽ വരുന്നു. അവന്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ വചനത്തെ വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വസിക്കുമാറാകട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.